السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 283 വരെ, അതായത് കടത്തിന്റെ ആയത്തുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ഇൻഷാല്ല 284 വലിയ സിമ്പിളായിട്ടുള്ള ഒരു ആയത്താണ്. എന്നാൽ നമ്മളൊക്കെ വളരെയധികം ചിന്തിക്കേണ്ട, വളരെയധികം മാറ്റം വരുത്തേണ്ട ഒരു ആയത്തും കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. ഇൻഷാല്ല നമുക്ക് റെസിറ്റേഷനിലേക്ക് പോവാം. ട്രാൻസ്ലേഷൻ 284 ആയത്ത്. അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം. നിങ്ങളുടെ മനസ്സുകളിലുള്ളതിനെ നിങ്ങൾ വെളിവാക്കുകയോ അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മറച്ചു വെക്കുകയോ ചെയ്താലും അള്ളാഹു അതിനെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്യുന്നതാണ്. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. വാക്കർത്ത് നോക്കാം. ലില്ലാഹി, അള്ളാഹുവിനാണ്, അള്ളാഹുവിൻ്റെതാണ്. മാഫിസ് സമാവാതി, ആകാശങ്ങളിൽ ഉള്ളത്, വമാഫിൽ അർദി, ഭൂമിയിലുള്ളതും. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ റൂട്ട് കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് റൂട്ട് എടുത്ത് എഴുതാതിരുന്നത്. വ ഇൻ തുബ്ദു, നിങ്ങൾ വെളിവാക്കുന്ന പക്ഷം അല്ലെങ്കിൽ വ്യക്തമാക്കുന്നുവെങ്കിൽ, തുബ്ദു ബ ദാൽ വാവ്. മാഫി അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തങ്ങളിൽ മനസ്സുകളിൽ ഉള്ളത്. ഔ തുഖ്ഫൂഹു, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ, ഖാഫ യ യുഹാസിബുക്കും ബിഹി, അതിനെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്യും. അള്ളാഹു ഫയഗ്ഫിർ, എന്നിട്ട് അവൻ പുറത്തു കൊടുക്കും. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വയുഅസിബ്, ഐൻ ദ ബ, അവൻ ശിക്ഷിക്കുകയും ചെയ്യും. മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. അള്ളാഹു ആകട്ടെ അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും ഖദീർ, കഴിവുള്ളവനാകുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയത്താണ് അല്ലെ. അർത്ഥമൊക്കെ നമുക്ക് വെറുതെ കണ്ടാൽ തന്നെ പറയാൻ പറ്റുന്ന ഒരായത്താണ്. എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ്, അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലും അല്ലെ. എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. എന്തൊക്കെ നിലനിൽക്കുന്നുവോ, മേലെ ആകാശങ്ങളിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു. സൃഷ്ടാവാരാണ്? അള്ളാഹു അല്ലെ. ആരുടെ അടിമകളാണ് ഈ പറഞ്ഞ എല്ലാ സൃഷ്ടികളും? എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാം ആരുടെ അടിമകളാണ്? അള്ളാഹുവിന്റെ അടിമകളാണ് അല്ലെ. ഇവിടെ ലില്ലാഹി, അള്ളാഹുവിനാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, ഇങ്ങനെ ഒരു സെന്റൻസ് സെന്റൻസ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് അല്ലെ, ലില്ലാഹി എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം അവന് മാത്രമുള്ളതാണ്. അവൻ മാത്രമാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഓണർ. ആകാശത്തിലുള്ളതിന്റെയും ആകാശങ്ങളിലുള്ളതിന്റെയും ഭൂമിയിലുള്ളതിന്റെയും ഒക്കെ ഓണർ അവൻ മാത്രമാണ്. അവൻ മാത്രമാണ് അതിന്റെ എല്ലാം സൃഷ്ടാവ് അല്ലെ, ക്രിയേറ്റർ അവനാണ്. എല്ലാം അവനുള്ളതാണ്, അവൻ്റെതാണ്. അവനാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്, അവനാണ് എല്ലാത്തിനെയും സംരക്ഷിക്കുന്നത്. എല്ലാ കാര്യങ്ങളും, എല്ലാ അഫയേഴ്സും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, നടത്തുന്നതും അവനാണ്, വേറെ ആരുമല്ല. ലില്ലാഹി എന്ന് പറയുമ്പോൾ. വ ഇൻ തുബ്ദു, ഇനി നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ, എന്താണ്, നിങ്ങൾ വ്യക്തമാക്കാതെ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിൽ, വൈൻ തുബുദു, നിങ്ങൾ വെളിവാക്കുകയാണെങ്കിൽ, പ്രത്യക്ഷപ്പെടുത്തുകയാണെങ്കിൽ, മാഫി അംഫുസിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ, ഔ തുഖ്ഫൂഹു, നിങ്ങൾ അതിനെ മറച്ചു വെക്കുകയാണെങ്കിൽ, യുഹാസിബ്കും ബിഹില്ല, അള്ളാഹു അതിന് എന്താണ്, നിങ്ങളെ വിചാരണ ചെയ്യും. തുബ്ദു ബാദാൽവ, ബുദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷമാക്കുക, വെളിപ്പെടുത്തുക. എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒന്നിനെ വെളിപ്പെടുത്തുന്നത്? അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ളതിനെ, മാഫി അംഫുസിക്കും, നമ്മുടെ ഉള്ളിലുള്ളതിനെ അല്ലെ. അംഫുസ് നഫ്സിന്റെ പ്ലൂറലാണ്. നഫ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ അവന്റെ റൂഹ്, ആത്മാവ്, അല്ലെങ്കിൽ അവൻ സ്വയം എന്ന് പറയുന്ന അല്ലെ, അവന്റെ സെൽഫ് അല്ലെങ്കിൽ അവന്റെ ഹൃദയം എന്നൊക്കെ പറയാം നഫ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ളതിനെ എങ്ങനെയാണ് ഒരു വ്യക്തി അതിനെ എക്സ്പോസ് ചെയ്യുന്നത്, പുറത്തേക്ക് കാണിക്കുന്നത്? ഒന്നെങ്കിൽ അവന്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ
അല്ലെ? നമ്മളെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നിയത്ത് ഉണ്ടാവും, അല്ലെ? ഒരു ഇന്റൻഷൻ ഉണ്ടാവും എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ച്. അതെങ്ങനെയാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുക, പുറത്തേക്ക് കാണിക്കുക, എങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കുക? അത് നമ്മൾ വെർബലൈസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ വാക്കുകൾ കൊണ്ട് അത് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ചിന്തനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിക്കും, അല്ലെ? വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മറച്ചു വെക്കുകയാണെങ്കിലും, തുഫു ഹ ഫ യ ഖഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറച്ചു വെച്ചത്, ഹിഡൻ ആയിട്ടുള്ളത്, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ അർത്ഥം. അതായത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിയത്ത്, ചിന്ത, ഫീലിംഗ് എന്തോ ഓക്കെ, ആരോട് നിങ്ങൾ പറഞ്ഞിട്ടില്ല, വാക്കുകൾ കൊണ്ടും പറഞ്ഞിട്ടില്ല, നിങ്ങൾ അതിന് മേലെ പ്രവർത്തിച്ചിട്ടുമില്ല. ഓക്കെ, പലപ്പോഴും നിങ്ങൾക്ക് അത് പറയണം എന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ഹൃദയത്തിലുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ചിന്തയുടെ അല്ലെങ്കിൽ ആ ഒരു വികാരത്തിന്റെ പുറത്ത് പ്രവർത്തിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ആ ഹൃദയത്തിൽ ആ വികാരം ഉണ്ടെങ്കിലും അതിന്റെ മേലെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. എന്നാലും അള്ളാഹു പറയുന്നു, യുഹാസിബുക്കും ബിഹില്ല, അവൻ നിങ്ങളെ വിചാരണ ചെയ്യും അതിനെ ബേസ് ചെയ്തിട്ട്. യുഹാസിബുക്കും ഹിസാബിൽ നിന്നാണ്. ഹിസാബ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ ഒരു കാര്യത്തിന് വിചാരണ ചെയ്യാം, ഹോൾഡ് അക്കൗണ്ടബിൾ, എന്തെങ്കിലും ഒരു കാര്യത്തിന് അക്കൗണ്ട് ചെയ്യാം. വേറെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും അല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് ഹൃദയത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത വെച്ചാലും, ഇനി നമ്മളുടെ ഒരു വികാരത്തിന് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാലും, ഇനി ഇല്ല അത് വാക്കുകൊണ്ട് പറയാതെ ആ വികാരത്തിൽ നമ്മൾ ഉള്ളിൽ തന്നെ അടക്കിയാലും, ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും, അള്ളാഹ് അതിനെക്കുറിച്ച് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും. അള്ളാഹ്ക്ക് അതിനെക്കുറിച്ച് നമ്മളെ വിചാരണ ചെയ്യാൻ പറ്റും. അപ്പം എന്താണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെ? കുറച്ചൊരു കൺഫ്യൂഷൻ നമുക്ക് തന്നെ വരുന്നുണ്ട്, എന്താ ഇപ്പൊ ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെ? നമ്മൾ ചിന്തിച്ചത് അല്ലെ ഹൃദയത്തിലുള്ളതിനും അള്ളാഹു വിചാരണ ചെയ്യുമോ? ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, എന്താണെങ്കിലും നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹിന്റെ മുമ്പിൽ അതൊന്നും ഹിഡൻ അല്ല, അള്ളാഹിന്റെ മുമ്പിൽ അതൊന്നും മറച്ചു വെക്കപ്പെട്ടതല്ല, അല്ലെ? കാരണം അള്ളാഹ്ക്ക് എല്ലാത്തിനെ കുറിച്ചും അറിയാം. എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് വിചാരണ ചെയ്യണമെങ്കിൽ അത് ആദ്യം അറിവാണ് വേണ്ടത്, എന്നിട്ട് വിചാരണ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ കോടതിയിലൊക്കെ ഒരു ജഡ്ജ് ഇരുന്ന് ഒരു കേസ് വിചാരണ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗം അതിന്റെ മുമ്പ് കുറേ സിറ്റിംഗ് നടന്നിട്ടുണ്ടാവും, അല്ലെ? ആ എല്ലാ വശങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പത്തെ എന്താ സംഭവിച്ചത്, അപ്പത്തെ എന്താ സംഭവിച്ചത്, ഇവർ അവരോട് എന്താ പറഞ്ഞത്, എന്താ ചെയ്ത്, ഫുൾ ആ അറിവ് നേടിയിട്ടാണ് ആ ഫൈനൽ ഒരു ജഡ്ജ്മെന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരിക. അപ്പം ഈ വിചാരണയുടെ മുന്നേ ആവശ്യമുള്ള ഒരു കാര്യമാണ് അറിവ് എന്ന് പറയുന്നത്, അല്ലെ? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് നമ്മൾ മറച്ചു വെച്ചാലും അറിയാം, വെളിവാക്കിയാലും അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇത് വിചാരണ ചെയ്യുന്ന കാര്യത്തിൽ. പുതിയതായിട്ട് പഠിച്ചെടുക്കാനും വാദിനെയും പ്രതിനെയും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇല്ല, അല്ലെ? അപ്പം നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സെയിം ആണ്. അള്ളാഹ്ക്ക് അത് കംപ്ലീറ്റ് അറിയാം. അള്ളാഹ് കംപ്ലീറ്റ് അറിയുന്നതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് നമ്മളോട് ചോദ്യം ചെയ്യുകയും ചെയ്യും. ആരും തടയൂല അള്ളാഹിനെ. യുഹാസിബുക്കും ബിഹില്ല, അള്ളാഹ് നിങ്ങളെ അറിയിക്കും, നിങ്ങൾ എന്താ ചെയ്തത്, എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അവിടെ അടക്കി വെച്ചത്, എന്താണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തത്, എന്താ നിങ്ങൾ മറച്ചു വെച്ചത്, അള്ളാഹു നിങ്ങളെ അറിയിക്കും. ഈ ഹിസാബ് എന്ന് പറയുന്നത് അത് ശിക്ഷ എന്നൊരർത്ഥം ഇവിടെയില്ല. വിചാരണ എന്ന് പറയുമ്പം ഇവിടെ ശിക്ഷ എന്ന അർത്ഥമില്ല, പകരം അത് ചോദ്യം ചെയ്യലാണ്. ഓക്കെ, നിങ്ങളെ അക്കൗണ്ട് ചെയ്യലാണ്, ഹിസാബ് ചെയ്യലാണ്. ഇത് രണ്ട് രീതിയിലാവാം. ഒന്ന്, കുറച്ചു പേരോട് ചിലരോട് അള്ളാഹു നീ എന്തുകൊണ്ട് ഇത് ചെയ്തു, അല്ലെ? കാരണം നമ്മൾ വെളിവാക്കിയോ മറച്ചു വെച്ചോ വാട്ടെവർ, ഓക്കെ, നമ്മളെ ഹൃദയത്തിൽ ആ ഫീലിംഗ് ഉണ്ട്, നമ്മൾ അതിനെ മേലെ സംസാരിച്ചിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല, നമ്മൾ ഹൃദയത്തിനകത്ത് തന്നെ വെച്ചു. ഇനി അതല്ല, നമ്മൾ പുറത്തേക്ക് അതിന് ആ ഒരു ചിന്തനെ നമ്മൾ പ്രവൃത്തിയാക്കി, സംസാരമാക്കി, ഓക്കെ, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്താണെങ്കിലും, ഓക്കെ, നമ്മളത് ചെയ്തോ ഇല്ലയോ. അള്ളാഹു രണ്ട് രീതിയിലാണ് ഇതിനെ വിചാരണ ചെയ്യുക. ഒന്ന്, അള്ളാഹു ഒരു വ്യക്തിനെ വിളിച്ചിട്ട് എന്തുകൊണ്ട് നീ ഇത് ചെയ്തു എന്ന് ഒരാളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, ആളെ കാര്യം തീരുമാനമായി, ഉറപ്പാണ് ശിക്ഷിക്കപ്പെടുന്നത്. വേറൊരു രീതി എന്താന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയുടെ അടുത്ത് പറയും, ആ വ്യക്തിയുടെ അടുത്ത് ചോദിക്കും, നീ ഇന്ന കാര്യം ചെയ്തിരുന്നോ, നിന്റെ മനസ്സിൽ ഇന്ന ചിന്തകൾ ഉണ്ടായിരുന്നോ, ഇന്ന ഫീലിങ്സ് ഉണ്ടായിരുന്നോ, നീ ഇന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നോ? അപ്പം ഈ വിശ്വാസി ഏറ്റു പറയും, യെസ് റബ്ബേ ഞാൻ ചെയ്തിട്ടുണ്ട്. അവനറിയാം പെട്ടു എന്നല്ലേ. പക്ഷെ അള്ളാഹു അവന്റെ അടുത്ത് പറയും, എന്താ പറയാ, ഇത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ദുനിയാവിൽ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പുറത്തു തരും. സുബ്ഹാനല്ലാഹ്. രണ്ട് രീതിയിലാണ് ആ വിചാരണ നടക്കുന്നത്. സോ യുഹാസിബുക്കും ബിഹില്ല, അള്ളാഹ്ക്ക് അറിയാം, അതുകൊണ്ട് അള്ളാഹ് ചോദ്യം ചെയ്യുകയും ചെയ്യും. ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅസിബു മൻ യശാ. അവൻ നിന്റെ അടുത്ത് ചോദ്യം ചെയ്താലും, അല്ലെ, വിചാരണ ചെയ്താലും അള്ളാഹിന്റെ തീരുമാനമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അവൻ
പുറത്തു കൊടുക്കണോ അല്ലെ? അവന് ഇഷ്ടമുള്ളവർ അവന് പുറത്തു കൊടുക്കും, ഇഷ്ടമുള്ളവർക്ക് അവൻ ശിക്ഷ നൽകും. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റൈല്. ചിലരുടെ അടുത്ത് അല്ല നീ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം തീരുമാനമായി. പക്ഷെ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നോ? യെസ്, ഞാൻ ചെയ്തിരുന്നു എന്ന് ഏറ്റു പറയുമ്പം അള്ള പറയാണ്, ഇല്ല, ഞാൻ നിനക്ക് ഭൂമിയിലും ഇത് നിനക്ക് വേണ്ടി കവർ ചെയ്തു. അല്ലെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ കവർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും അല്ലെ തല ഉയർത്തി നമ്മുടെ വീടുകളിൽ പോലും നിൽക്കുന്നത്. പുറത്തുള്ളവരുടെ കാര്യം പോട്ടെ അല്ലെ, ഒരുപാട് തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇപ്പോഴും കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുപോലെ അവിടെയും റബ്ബ് പറയണം, ഞാൻ നിനക്ക് പുറത്തു തരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു. യഗ്ഫിറു വഇൻ ഫറ മഗ്ഫിറ. മഗ്ഫിറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, പുറത്തു കൊടുക്കൽ. സെയിം റൂട്ടിൽ നിന്നാണ് മെഗ്ഫാർ എന്നുള്ള വാക്ക് വരുന്നത്. മെഗ്ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ്, അത് അല്ലെങ്കിൽ ഈ യുദ്ധമൊക്കെ ചെയ്യുന്ന പടയാളികൾ അവർ തലയ്ക്ക് ധരിക്കുന്ന ഒരു തരം മെറ്റലിന്റെ ഒരു പച്ച ഹെൽമെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് പിക്ചേഴ്സിലെങ്കിലും. ആ ഹെൽമെറ്റ് എന്താ ചെയ്യുക, അവന്റെ തലേനെ പ്രൊട്ടക്ട് ചെയ്യും അല്ലെ. എന്തൊരു അമ്പ് വന്നാലും വെടിയുണ്ട വന്നാലും തലേനെ അത് പ്രൊട്ടക്ട് ചെയ്യും. അപ്പം ആ രീതിയിലാണ് മെഗ്ഫാർ അല്ലെങ്കിൽ മഗ്ഫിറ എന്ന് പറയുന്നത്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മളെ സേഫ് ഗാർഡ് ചെയ്യും, സുബ്ഹാനല്ലാഹ്, കവർ ചെയ്യും. ഈവൻ ഭൂമിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അള്ളാഹുവിന്റെ മഗ്ഫിറ അല്ലെ, അള്ളാഹു പുറത്ത് തന്നത് കൊണ്ട്, അള്ളാഹു നമ്മൾ പല തിന്മകളും കവർ ചെയ്തത് കൊണ്ട് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ നമ്മളെ പാപങ്ങളൊക്കെ അള്ളാഹു ഒളിപ്പിച്ച് വെച്ചത് കൊണ്ട് സുബ്ഹാനല്ലാഹ്, അള്ളാഹു പുറത്തു തരാം, അവന്റെ തിന്മകളെ മറച്ചു വെക്കാണ്. മാത്രല്ല ആ തിന്മകൾ കാരണം ഉണ്ടാവുന്ന അതിന്റെ എന്താണ് കോൺസിക്വൻസ്. ഇപ്പൊ ഒരാളൊരു തിന്മ ചെയ്ത് എന്നുള്ളത്, തിന്മനെ കവർ ചെയ്യാന്നുള്ളത് ഒരു വശം. തിന്മ കാരണം ഉണ്ടാവുന്ന കോൺസിക്വൻസ്, ഇപ്പം ഉദാഹരണത്തിന് പരലോകത്തുള്ള ശിക്ഷ അല്ലെ, അതിനെയും അള്ളാഹു കവർ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്, തിന്മയും കവർ ചെയ്തു. തിന്മ കാരണം ഇപ്പൊ ഭൂമിയിൽ തന്നെ ഒരു പക്ഷെ നമ്മൾ ചെയ്ത പല തിന്മക്കും റിസൾട്ട് ഉണ്ടാവാം അല്ലെ. നമ്മൾ കാണിച്ച പല കള്ളത്തരത്തിനും ഭൂമിയിൽ തന്നെ നമ്മൾ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷെ അവിടെയും അള്ളാഹ് കവർ ചെയ്യാണ്. അപ്പം തിന്മയും കവർ ചെയ്തു, തിന്മ കാരണം ഉണ്ടാകുന്ന റിസൾട്ടിനെയും അള്ളാഹു കവർ ചെയ്തു. അപ്പം ഈ റിസൾട്ട്, തിന്മ കാരണം ഉണ്ടാകുന്ന കോൺസിക്വൻസ് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഭൂമിയിലും വരാം, പരലോകത്തും വരാം. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു ഫയഗ്ഫിറു ലിമൻ യശാ, അള്ളാഹു പുറത്തു കൊടുക്കാണ് അവന് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വയുഅദ്ദിബു മൻ യശാ, അവൻ ശിക്ഷിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ. ഓക്കെ, അത് അവന്റെ തീരുമാനമാണ്. അവന് വേണമെങ്കിൽ അവൻ പുറത്തു കൊടുക്കാം, അവന് വേണമെങ്കിൽ അവന് ശിക്ഷിക്കാം. അൾട്ടിമേറ്റ്ലി തീരുമാനം ആരുതാണ്? അവൻ്റെതാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളുടെ മേലും കംപ്ലീറ്റ്ലി കേപ്പബിൾ ആണ് അല്ലെ. ഖദീർ, ഖാഫ് ദാൽ റ, ഖുദ്റ. ഖുദ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവ് അല്ലെ, എബിലിറ്റി. എന്തും അള്ളാഹ് എന്ത് ചെയ്യണമെങ്കിലും അതിനുള്ള കഴിവ് അള്ളാഹ്ക്കുണ്ട്. ഇനി ഒരു കാര്യം നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നിലനിൽപ്പിലേക്ക് കൊണ്ടുവരാൻ അവനെ കൊണ്ട് പറ്റും. എന്തെങ്കിലും ഒന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ജീവിതം നിർത്താൻ അല്ലെ, അതിന്റെ നിലനിൽപ്പ് നിർത്താൻ അള്ളാഹ്ക്ക് പറ്റും. കാരണം അവൻ എന്താണ്? ഖുദ്റയുണ്ട് അല്ലെ, അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും. സൂറ ഫാത്തിറിൽ 44-ാമത്തെ ആയത്തില് വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദി ഇന്നഹു കാന അലീമൻ ഖദീറ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള യാതൊന്നിനും അള്ളാഹുവിനെ തോൽപ്പിക്കാനാവില്ല അല്ലെ. അള്ളാഹുവിന്റെ ഖുദ്റത്തിന്, അള്ളാഹുവിന്റെ കഴിവിന് തടസ്സം നിൽക്കാൻ, അള്ളാഹുവിനെ വീക്കാക്കാൻ, അള്ളാഹിന് എന്തെങ്കിലും അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ തടയാൻ ആകാശത്തിലും ഭൂമിയിലുള്ള ഒന്നിനും പറ്റൂല. ഒരു കാര്യത്തിനും അള്ളാഹ് വിചാരിച്ച ഒരു വസ്തുവിനും ഒരു സൃഷ്ടിപ്പിനും അള്ളാഹ് വിചാരിച്ച ഒരു കാര്യത്തിനെ തടയാൻ, അള്ളാഹ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തിനെ തടയാൻ പറ്റൂല. എന്തുകൊണ്ടാണ് അത്? കാരണം അവന് എല്ലാം അറിയാം അല്ലെ. ഇപ്പൊ ഒരാൾ തടയാൻ വിചാരിച്ചു കഴിഞ്ഞാലും അവൻ തടയാൻ പോണത് പോലും അള്ളാഹ്ക്ക് അറിയാം. അവന്റെ മനസ്സിൽ അത് തടയാൻ ഉദ്ദേശിക്കുന്നത് പോലും അള്ളാഹ്ക്ക് അറിയാം. എല്ലാവർക്കും പറ്റൂല, അത് വേറെ കാര്യം. മാത്രല്ല അവൻ എന്താണ്? കേപ്പബിൾ ആണ് അല്ലെ, ഖദീറാണ്. സുബ്ഹാനല്ലാഹ്, ഹലീമ ഖദീറ, അവന്റെ അറിവും കുദ്റത്തും കൊണ്ട് അവന് അത് സാധിക്കും. അതായത് ഒരാൾക്കും അവനെ തോൽപ്പിക്കാൻ പറ്റൂല. അവൻ ഉദ്ദേശിക്കുന്ന വില്ല് അവന് നടപ്പാക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിൽ നമ്മൾ എന്തൊക്കെയാ കാണുന്നത്? എല്ലാം അല്ലെ, എല്ലാം നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് ആകാശത്തിലായിക്കോട്ടെ ഭൂമിയിലായിക്കോട്ടെ, ഇനി അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിക്കോട്ടെ, എല്ലാം അള്ളാഹിൻ്റെതാണ് അല്ലെ. നമ്മളെവിടെയാ? ഭൂമിയിൽ. നമ്മൾ ആരുടെയാണ്? അള്ളാഹിന്റെയാണ്. അള്ളാഹു നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. ഓക്കെ, അള്ളാഹിന്റെ ഉടമസ്ഥതയിലാണ് നമ്മൾ എന്നല്ല, അള്ളാഹ്ക്ക് അറിവുണ്ട് നമ്മളെ കുറിച്ച് നല്ല വ്യക്തമായിട്ട്, ഡീറ്റെയിൽ ആയിട്ട് ഓരോ കുഞ്ഞു 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 കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചാലും പുറത്തേക്ക് കാണിച്ചാലും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും
പലർക്കും ഈ നമ്മളിപ്പോൾ പ്രത്യേകം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ട്രോമ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് അബ്യൂസ് എന്നൊക്കെ പറയുന്ന സംഭവം അല്ലേ. ചെറുപ്പകാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള അബ്യൂസ്, അത് ശാരീരികമായിട്ടുള്ള പീഡനം, മാനസികമായിട്ടുള്ള പീഡനമൊക്കെ അവരിങ്ങനെ ആ കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ അവരത് സപ്രസ് ചെയ്ത് വർഷങ്ങളോളം ചിലപ്പം ജീവിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു സമയമാവുമ്പം അത് ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ട് പുറത്തേക്ക് വരും അല്ലേ. അതൊക്കെയാണ് ഇപ്പോഴത്തെ കൂടുതൽ നമ്മൾ ഒരുപക്ഷെ സൈക്കോളജിയിലൊക്കെ കൂടുതൽ വിഷയമായിട്ടുള്ള ഒരു കാര്യം അതാണ് അല്ലേ. അത് പുറത്തേക്ക് വരും. അത് കുറേ കാലം അതിന്റെ ഹൃദയത്തിനുള്ളിൽ അമർത്തി വെക്കാൻ പറ്റൂല. ഏതെങ്കിലും ഒരു ഫോമിൽ അത് പുറത്തേക്ക് വരും. ഓക്കെ, അവര് അതിനെ ഹൈഡ് ചെയ്ത് വെച്ചാലും പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും എന്താണ്, അള്ളാഹ്ക്ക് അതിനെ അറിയാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അല്ലെ നമ്മൾ പലപ്പോഴും വറീഡ് ആയിട്ടുള്ളത് നമ്മൾ പുറമേ ഉള്ള ആക്ഷനെ കുറിച്ചിട്ടാണ് അല്ലെ. നമ്മൾ അത് ചെയ്തു, നമ്മൾ ഇത് ചെയ്തു അല്ലെ. നമ്മളെ ഇബാദത്തുകളാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ചെയ്തോ പറഞ്ഞോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വളരെ വറീഡ് ആവുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ വറീഡ് ആവേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെ ഹൃദയങ്ങളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അല്ലെ. എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അധികം ബേജാറാവാറില്ല. നമ്മൾ ചെയ്തതും ചെയ്യാത്തതും വെച്ചിട്ടാണ് നമ്മൾ ബേജാറാവാറുള്ളത് അല്ലേ. പക്ഷെ അള്ളാഹ്ക്ക് നമ്മൾ ഒളിപ്പിച്ചു വെച്ചതിനെ കുറിച്ചും ചോദ്യം ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആയത്ത് റിവീൽ ചെയ്ത സമയത്ത് സഹാബാക്കള് അവർക്ക് ശരിക്കും ബേജാറായി തുടങ്ങി. റബ്ബേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ. ഇതൊരു വലിയൊരു ഹദീസാണ്. എനിക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് കിട്ടിയിട്ടുള്ളൂ, ഞാൻ അതിവിടെ കാണിക്കുന്നുണ്ട്, വേണ്ടവർക്ക് റെഫർ ചെയ്യാം. എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അവർ ബേജാറായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നിട്ട് മുട്ടിൽ വീണിട്ട് പറയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ അടുത്ത് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെയും ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളോട് നമസ്കരിക്കാൻ പറഞ്ഞു, നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞു, നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്. അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ അതും ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ കൊടുക്കാൻ പറഞ്ഞു, ഞങ്ങൾ അതും ചെയ്യുന്നുണ്ട്. ശരിക്കും അല്ലേ, നമ്മൾ സൂറത്തുൽ ബഖറയിൽ എന്തൊക്കെയാ പഠിച്ചേ, എത്ര കൽപ്പനകളല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ കൊണ്ട് നമ്മളോട് പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ആയത്ത് ഇത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇത് ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫിസിക്കൽ ആക്ഷൻസ്, ഞങ്ങളുടെ കൈകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും മൂക്കൊണ്ടൊക്കെ ചെയ്യുന്നത് ഒരു പരിധി വരെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഹൃദയത്തിലേക്ക് വരുമ്പം ഞങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകള്, അസൂയ, അഹങ്കാരം അല്ലെ, വിദ്വേഷം, നമ്മൾ ആരെങ്കിലും വെറുപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അവരോടുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് അല്ലെ, ഒരു വെറുപ്പ്, അതൊന്നും അല്ലെങ്കിൽ നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റാത്ത ഉണ്ടാവുന്ന ആ ഒരു പിടുത്തം, ഇതൊന്നും ഞങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ് റബ്ബേ, കാര്യങ്ങളാണ് റസൂലേ അല്ലേ. അപ്പം അള്ളാഹ് പറയണ യുഹാസിബുക്കും ബിഹില്ല, അള്ളാഹ് അതിനെ നിങ്ങളെ അക്കൗണ്ട് ചെയ്യും, ചോദ്യം ചെയ്യും. ഇത് ഞങ്ങളുടെ കഴിവിന്റെ അപ്പുറത്താണ് റസൂലെ, ഞങ്ങൾ ഇനിയിപ്പോ എന്താ ചെയ്യാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികന്മാരുടെ അല്ലെ, അതായത് വേദക്കാരുടെ ആളുകളോ അതേ സംഭവം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണോ? കാരണം നമുക്കറിയാം അവരെന്താ പറഞ്ഞേ, സമഅന വഅസൈന, ഞങ്ങൾ കേട്ടു പക്ഷെ സോറി ഞങ്ങൾ അനുസരിക്കൂല, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല അല്ലെ. അങ്ങനെയൊക്കെ പലതും നമ്മൾ കേൾക്കുന്നുണ്ട് ഖുറാനിൽ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒക്കൂല അല്ലെ. അവരങ്ങനെ അതിന്റെ ആൾക്കാരായിരുന്നു. നിങ്ങൾ അത് തന്നെ തുടരാൻ പോവുകയാണോ? നിങ്ങളുടെ പൂർവികന്മാർ ചെയ്തത്, അള്ളാഹ് ഒരു കാര്യം പറയുമ്പോൾ ഇല്ല ഞങ്ങളെ കൊണ്ട് പറ്റൂല, അത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് നിങ്ങൾ പറയാൻ പോവുകയാണോ? സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരും ഒരു പക്ഷേ അവര് പറഞ്ഞ അല്ലെ, ഇപ്പം സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറഞ്ഞതായിട്ട് പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ ഒരു പക്ഷെ നമ്മളെല്ലാവരും ഉണ്ട് അല്ലെ. അള്ളാഹ് നീ പറഞ്ഞതുപോലെ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്, നമ്മൾ പലതും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. നിസ്കാരം, നോമ്പും സക്കാത്തും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ജിഹാദും ഒക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഹൃദയത്തിലുള്ള ചിന്തകള് അല്ലെ, വെറുപ്പ്, അഹങ്കാരം, അസൂയ, വിദ്വേഷം, അതിന് നമുക്ക് കൺട്രോൾ ഇല്ല അല്ലെ. അപ്പം ഇതുപോലെ നമ്മൾ ചെന്ന് പറയുമ്പോൾ നമ്മളടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നിങ്ങൾ എന്താ അവരെ പോലെ ആവാണോ? സമഅന വഅസൈനയുടെ ആൾക്കാരാവാണോ? യെസ്, ഞങ്ങൾ കേട്ടു, അള്ളാഹു പറഞ്ഞ ഞങ്ങൾ കേട്ടു, പക്ഷെ ഞങ്ങൾക്ക് അനുസരിക്കാൻ തയ്യാറില്ല, അതിലാവാണോ? സോറി അള്ളാഹ്, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റൂല എന്നാണോ നിങ്ങൾ പറയാൻ പോണത്? പകരം നിങ്ങൾ എന്ത് പറയണം? സമഅന വഅതഅന ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അത് പറയുന്ന ആളുകളാവണം. അള്ളാഹുവേ, ഞങ്ങളിതാ കേട്ടു, സമഅന വഅതഅന, ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ അനുസരിക്കും അല്ലെ.
നീ പുറത്തുതാ ഞങ്ങൾക്ക്. ഫ്രാനക റബ്ബന വ ഇലൈക്കൽ മസീർ, ഞങ്ങളോട് നീ പുറത്തുതാ. ഞങ്ങൾക്ക് നിന്റെ പാപമോചനം ആവശ്യമാണ് അല്ലെ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. സുബ്ഹാനല്ലാഹ്. ഏതാ ആയത്ത്? നമുക്ക് ഇനി വരാനുള്ള ആയത്തല്ലേ. ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റൂല. ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കല്ലേ, നിന്നിലേക്കാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു, ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ഞങ്ങൾ ചെയ്യാം. അപ്പൊ സഹാബാക്കള് ഈ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. സമിഅന വ അതഅന ഗുഫ്രാനക റബ്ബന വ ഇലൈക്കൽ മസീർ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഭയങ്കര ഒരു 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 മൈൽ സ്റ്റോൺ എന്ന് തന്നെ വേണം പറയാനത് അല്ലെ. കാരണം നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ച് 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 ഇവിടെ വന്ന് നിൽക്കുകയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തതുണ്ട്, ചെയ്യാൻ ശ്രമിച്ചതുണ്ട്, ചെയ്യാൻ പറ്റാത്തതുണ്ട്. വല്ലാത്തൊരു ബേജാറിലൂടെ പോകുന്ന ഒരു സമയമാണ് സൂറത്തുൽ ബഖറയുടെ അവസാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എന്തൊക്കെയോ പഠിച്ചു, കുറച്ചൊക്കെ നമ്മൾ ശ്രമിച്ചു, കുറേയൊന്നും ഇവിടെ എത്തിയിട്ടില്ല, ഇനിയും ചെയ്യാനുണ്ട്. എന്ത് ചെയ്യും? അള്ളാഹ് പറയണ സമഅന വ അതഅന, നിങ്ങൾ അനുസരിക്കുക, കേട്ടത് അനുസരിക്കുന്നു എന്ന് പറയുന്നത്, അത് ശ്രമിക്കുന്ന ആളുകളാവ. ഉഫ്രാനക റബ്ബന വ ഇലൈക്കൽ മസീർ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ, കാരണം നിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്, വേറെ എങ്ങോട്ടും പോവാനില്ല അല്ലെ. അപ്രകാരം ഇത് ആളുകൾ, സഹാബാക്കൾ ഇത് പറയാൻ തുടങ്ങിയപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല വരുന്ന 2 ആയത്തുകൾ 285 286 അള്ളാഹു ഇറക്കി. നമ്മുടെ സ്വന്തം ആമന റസൂൽ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. എന്താണ്? തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് തനിക്ക് അവതരിക്കപ്പെട്ടതിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു അല്ലെ. ആമന റസൂൽ, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. മാത്രമല്ല ആര്? വൽ മുഅ്മിനൂൻ, തുടർന്ന് സത്യവിശ്വാസികളും. അവരെല്ലാരും എന്തിലൊക്കെയാ വിശ്വസിച്ചത്? കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. അവരെല്ലാരും അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. മാത്രമല്ല ഒരു പ്രത്യേകതയുണ്ട് ആ വിശ്വാസത്തിന്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, അവന്റെ ദൂതന്മാരിൽ ആർക്കിടയിലും ഒരു വിവേചനവും കൽപ്പിക്കുന്നില്ല അല്ലെ. കാരണം പൂർവ്വ പിതാക്കൾ അല്ലെങ്കിൽ മുമ്പുള്ള വിഭാഗം അവര് റസൂലുകളുടെ ഇടയിൽ അവർക്ക് വിവേചനം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ അതൊന്നും കൂടെ വൃത്തിയാക്കാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ഞങ്ങളുടെ ദൂതന്മാരുടെ ഇടയിൽ ഒരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. വഖാലു സമിഅന വ അതഅന, അവര് പറയുകയും ചെയ്തു എന്താണ്? ഞങ്ങൾ ഇതാ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഉഫ്രാനക റബ്ബന വ ഇലൈക്കൽ മസീർ, ഞങ്ങളുടെ നാഥ ഞങ്ങളോട് നീ പൊറുക്കണമേ, നിന്നിലേക്കാവുന്നു മടക്കം. ആരും പേടിക്കേണ്ട, നമ്മൾ ഈ ആയത്ത് വിശദമായിട്ട് നാളെ കാണും. ഇത് ഈ ഒരു ഹദീസിന്റെ ഭാഗമായിട്ട് പറയുന്നുള്ളൂ കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് ഇറക്കി. തുടർന്ന് അള്ളാഹ് പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ യാതൊന്നും ചെയ്യാൻ നിർബന്ധിക്കുകയില്ല. നമ്മൾ ഒരു പക്ഷെ ആമന റസൂൽ ഇത്രയും നാളും അല്ലെ, നമ്മൾ ഒരു ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്തുകൾ പെട്ടതാണ്. അപ്പം ഈ കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ ഇതിന്റെ ഒരു വാല്യൂ ഭയങ്കര വ്യത്യാസമാണ് അല്ലെ. കാരണം സൂറത്തുൽ ബക്കറ നമ്മളെ മുമ്പിൽ ഇങ്ങനെ മല പോലെ നിൽക്കുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് അല്ലെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹ് പറയണ, നിങ്ങൾ സമിഅന വ അതഅനയുടെ ആൾക്കാരാവാൻ, നിങ്ങളെല്ലാം കേട്ടതൊക്കെ അനുസരിക്കുന്നു പറയാൻ. എന്നിട്ട് നമ്മളിൽ നിന്ന് പറ്റിപ്പോയ കാര്യങ്ങൾക്ക് പൊറുക്കലും തേടാൻ. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഒരു വ്യക്തിനോടും ഒരാളോടും അള്ളാഹു അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ആശ്വാസം അല്ലെ, ഭയപ്പെടുത്തലും ഒരേപോലെ ബാലൻസ് ചെയ്ത് വരാണ്. ലഹാ മാ കസബത്, ഓരോരുത്തരും പ്രവർത്തിച്ചതിന്റെ സത്ഫലം അവർക്ക് തന്നെ. വഅലൈഹാ മക്തസബത്, ഓരോരുത്തർ പ്രവർത്തിച്ചതിന്റെ ദുഷ്ഫലവും അവരുടെ മേൽ തന്നെ. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു പേടിപ്പെടുത്തലിന്റെ കൂടെ തന്നെ അള്ളാഹു ഒരു ദുആ പഠിപ്പിക്കുകയാണ് അല്ലെ. നമ്മൾ ദുആ ഇൻഷാ അല്ലാഹ് നാളെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് കാണും. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറന്നു പോവുകയോ ഞങ്ങൾക്ക് അബദ്ധം പറ്റുകയോ ചെയ്തുവെങ്കിൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ. അള്ളാഹ് പറയാണ്, ഞാൻ നിങ്ങളുടെ ദുആ സ്വീകരിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിനൊക്കെ ഒരു തുടക്കമുണ്ട്. എന്താണ്? സമിഅന വ അതഅന അല്ലെ. അങ്ങനെ ആവുമ്പോ ബാക്കിയൊക്കെ അള്ളാഹ് നമ്മളെ അടുത്തുനിന്ന് സ്വീകരിക്കുകയാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, റബ്ബേ ഞങ്ങൾ മറന്നു പോവുകയോ അബദ്ധം പറ്റുകയോ ചെയ്തെങ്കിൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുത്. അപ്പൊ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നീ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമ്മളടുത്ത് മറന്നു പോവും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റും, തെറ്റിപ്പോവും, നീ പുറത്തു തരണേ അല്ലെ. നമ്മളെ ഹൃദയത്തിലാണ് ഈ പറഞ്ഞ സംഭവം ഉള്ളത് അല്ലെ, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത്.
അള്ളാന്റെ കൽപ്പനകളെല്ലാം ശ്രമിക്കുന്നത് അല്ലെ, നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പലതും നമ്മൾക്ക് പാളി പോകുന്നുണ്ട്. പുറത്തുള്ള ഒരാൾക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല, അവരേക്കും ഇവർ ഇത്രയും പഠിച്ചിട്ട് എന്താ ഇങ്ങനെയെന്ന്. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അല്ലെ. അപ്പം ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. റബ്ബേ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വല്ല അബദ്ധം പറ്റിപ്പോവുക, ഞങ്ങൾക്ക് മറന്നു പോവുക ചെയ്ത് നീ പൊറുക്കണേ അല്ലെ. ഇത് നമ്മളും റബ്ബും തമ്മിൽ മാത്രമുള്ളതാണ്. അള്ളാഹ് പറയണേ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. തുടർന്ന് പറയണ റബ്ബന വല തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന, ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ. റബ്ബിന്റെ അടുത്ത് പറയണ, റബ്ബ് പറയുന്നു ഞാൻ നിങ്ങളുടെ ഈ ദുആയും സ്വീകരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹി, ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് കഴിവില്ലാത്തത് നീ വഹിപ്പിക്കരുതേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറയുന്നു ഞാൻ അതും സ്വീകരിച്ചിരുന്നു. ശരിക്കും എന്തൊരു കാരുണ്യാലേ റബ്ബിന്റെ. റബ്ബ് ഫുൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പേടിപ്പിച്ച് നിങ്ങൾ ചെയ്തോ, നിങ്ങൾ കേട്ട ഉടനെ അനുസരിക്കുന്ന ആൾക്കാരാവണം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് വിട്ടിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും ഇരുട്ട് തപ്പുമായിരുന്നു അല്ലെ, ശരിക്കും വിറച്ചു പോവുമായിരുന്നു നമ്മൾ. അത്രയ്ക്ക് ഭാരമേറിയ ഒരു കാര്യമാണ് നമ്മളെ കയ്യിലുള്ളത് ഇപ്പൊ അല്ലെ, സൂറത്തുൽ ബഖറ. പക്ഷെ അള്ളാഹു അത് ലൈറ്റാക്കി തരാണ് നമുക്ക്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മനസ്സിൽ നിങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കുക, നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക, നിങ്ങൾ ശ്രമിക്കുക. പക്ഷെ നിങ്ങൾക്ക് കഴിയാത്തത് ഞാൻ നിങ്ങളെ കൊണ്ട് വഹിപ്പിക്കൂല. നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് പൊറുക്കലിനെ തേട്. നിങ്ങൾക്ക് മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് പൊറുക്കലിനെ തേട്, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും അല്ലെ. നിങ്ങൾക്ക് ഭാരമേറിയത് ഞാൻ നിങ്ങളെ വഹിപ്പിക്കൂല. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും ഞങ്ങളോട് പൊറുക്കുകയും ചെയ്യണമേ, കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് എന്താണ് ഞങ്ങളുടെ വലിയിലെ, അൻത മൗലാന നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതുകൊണ്ട് ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കെതിരായി നീ ഞങ്ങളെ സഹായിക്കണേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ അള്ളാഹ് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് അല്ലെ സൂറത്തുൽ ബഖറ. ആദ്യം നമ്മളെ മൈൻഡിനെ സെറ്റാക്കി, എന്നിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നാച്ചുറലി റബ്ബേ ഇതൊക്കെ ചെയ്യണമല്ലോ, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അല്ലെ, പറ്റൂല എന്ന് നമ്മൾ തോന്നുന്ന ഒരു നിമിഷത്തിൽ വന്ന് പറയാണ് നിങ്ങൾ പഴയ ആൾക്കാരെ പോലെ ആവുകയാണോ, അള്ളാഹ് പറയുന്നത് കേട്ട് പക്ഷെ ഞങ്ങൾ അനുസരിക്കൂല എന്ന് പറയുന്ന ആൾക്കാരാവുകയാണോ എന്ന് ചോദിച്ചിട്ട് അള്ളാഹ് പറയാണ് നിങ്ങൾ അങ്ങനെയല്ല പറയേണ്ടത്, സമഅനാ വ അതഅനാ എന്ന് പറയാ. എന്നിട്ട് എന്ത് ചെയ്യാം, എൻ്റെ അടുത്ത് ഈ ദുആ അല്ലെ, ശരിക്കും നമ്മളുടെ ഓരോ ദിവസവും കൺക്ലൂഡ് ചെയ്യാൻ ഇത്ര ഭംഗിയുള്ള ദുആ വേറെ ഇല്ല അല്ലെ. ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പലതരം കൽപ്പനകളിലൂടെ നമ്മളിങ്ങനെ അനുസരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഇടയിലൂടെ മാറിയും മറിഞ്ഞും കൈവിട്ടു പോയും തെറ്റുകൾ സംഭവിച്ചും മറന്നു പോയും ഇങ്ങനെ ജീവിച്ചു തീർക്കുമ്പോൾ ആ ദിവസത്തിന്റെ അവസാനം നമ്മൾ റബ്ബിന്റെ അടുത്ത് ഈ ഒരു ദുആ അല്ലെ പറയുമ്പോൾ റബ്ബ് പറയാണ് ഞാൻ ഈ ദുആ സ്വീകരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തൊരു ബ്യൂട്ടിഫുൾ കൺക്ലൂഷനാന്ന് നോക്കിയേ. നമുക്ക് വലിയൊരു ലെസൺ ഉണ്ട് ഇതിനകത്ത് അല്ലെ. നമ്മളുടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓരോ കൽപ്പനയോടും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചു. ചിലതൊക്കെ നമ്മൾ അൽഹംദുലില്ലാഹ് എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുന്നുണ്ടല്ലേ, ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് ആണ്. ആൻഡ് വേറെ ചിലതുണ്ട് നമ്മളെ മുമ്പിൽ മല പോലെ നിൽക്കുന്നതല്ലേ, ഇതെങ്ങനെയാ കേറാന്ന് പോലും അറിയാതെ ഓരോരുത്തർക്കും ഉണ്ടാവും. സൂറത്തുൽ ബഖറയുടെ ഓരോ ഭാഗങ്ങളിലെ ഇത് എങ്ങനെയാ ഞാൻ കേറാ, ഈവൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലും എങ്ങനെയാ എടുക്കാന്ന് അറിയാതെ പേടിച്ചിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു ചലഞ്ച് എടുക്കാൻ ധൈര്യമില്ലാതെ നിൽക്കുന്ന ആ ഒരു സാഹചര്യം, പല ഓരോരുത്തർക്കും അത് ഓരോ ആയത്തുകളായിരിക്കാം, ഓരോ കൽപ്പനകളായിരിക്കാം അല്ലെ. എന്നെ കൊണ്ട് പറ്റൂല അല്ലെ എന്ന് നമ്മൾ വിചാരിക്കുമ്പം അള്ളാഹു പറയാണ് നിങ്ങൾ പഴയ ആൾക്കാരെ പരിപാടി തുടരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. അവരെന്താ ചെയ്ത്, ഞാൻ കേട്ടു ഞങ്ങൾ ചെയ്യൂല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളെ ബെസ്റ്റ് നിങ്ങൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാ, അള്ളാന്റെ അടുത്ത് പാപമോചനം തേടാ, അള്ളാന്റെ അടുത്ത് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ചോദിക്കുക. കാരണം ശരിയാണ്, നമുക്ക് പറ്റാത്തത് പലതും ഉണ്ടാവും, നമ്മൾ കൈവിട്ട് പോണത് പലതും ഉണ്ടാവും, ചിലത് നമുക്ക് താങ്ങൂലാന്ന് തോന്നും. പക്ഷെ അള്ളാന്റെ അടുത്ത് ഡെയിലി റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളിത് ചോദിച്ചുകൊണ്ടിരിക്കില്ലേ, അപ്പം അള്ളാഹ് നിങ്ങൾക്ക് എളുപ്പാക്കി തരും. പക്ഷെ അവോയ്ഡ് ചെയ്ത് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് സെമഅന വ അസൈനയുടെ ആൾക്കാരാവരുത്. പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ആ ഒരു ചലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യുക, എന്നിട്ട് അങ്ങനെ കേറി പോ, അള്ളാഹ് എളുപ്പാക്കി തരും. നമ്മള് സൂറത്തുൽ ബഖറയുടെ ഒരു കൺക്ലൂഷന്റെ ഒരു ജങ്ഷറിലാണ് നിൽക്കുന്നത്. ഒരു എന്നോട് ഉപദേശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു റിയലൈസേഷൻ പോലെ നിങ്ങളുടെ അടുത്തും കൂടെ പറയണം. സൂറത്തുൽ ബഖറനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തൊക്കെ നിങ്ങൾ പഠിച്ചോ, ഏതൊക്കെ രീതിയിൽ പഠിച്ചോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഓതുന്ന കാര്യത്തിലാണെങ്കിലും
അർത്ഥങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ലെസൺസിന്റെ കാര്യത്തിലാണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷൻസ്, അതായത് തദബ്ബുർ ആണെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണെങ്കിലും ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും, ഓക്കെ, ഹിഫ്ള് ഉണ്ടെങ്കിൽ അതും, തദബ്ബുറോട് കൂടി പാരായണം ചെയ്യലും അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഒരു പക്ഷെ ചെയ്യാത്ത, നമ്മൾ അർത്ഥത്തോടു കൂടി നമ്മൾ പാരായണം ചെയ്യാറുണ്ട്, പക്ഷെ തദബ്ബുറോട് കൂടി പാരായണം ചെയ്യൽ ട്രൈ ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ എല്ലാം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, വിടണ്ട. ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാത്തവര് ബിഗിനിങ് എന്ന്, അതായത് സൂറത്തുൽ ബഖറയുടെ സ്റ്റാർട്ടിംഗ് നിന്ന് തുടങ്ങുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എത്രത്തോളം പറ്റുമോ അത്രത്തോളം തദബ്ബുറോട് കൂടി റിസൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുക. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പാക്കി തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണിക്കൂറുകളോളം, അല്ലെ, മണിക്കൂറുകളോളം തഹജ്ജുദിലൊക്കെ ബഖറയും കഴിഞ്ഞ് ആലിമ്രാനും കഴിഞ്ഞ് മുമ്പോട്ട് ഓതിപ്പോവും. അത് കരഞ്ഞുകൊണ്ട് ഓതുക, കാലില് നീര് വെക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലില് നീര് വെക്കുമായിരിക്കും കുറച്ചു നേരം നിൽക്കുമ്പോഴേക്ക്. പക്ഷെ കരഞ്ഞോണ്ട് ഓതുന്നത് എങ്ങനെയാ? തദബ്ബുറോട് കൂടിയുള്ള റെസിറ്റേഷൻ ആണല്ലേ. അപ്പം അത് നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല, ഒരു പക്ഷെ നമ്മൾ തുടങ്ങിയിട്ട് എവിടെയെങ്കിലും ഇത്തിരിയൊക്കെ നമുക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇത് ഞാൻ എന്നോടും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രമിച്ച റിസൾട്ട് ഉണ്ടാവും എന്തായാലും, കാരണം അവർ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് മാതൃക. സുബ്ഹാനല്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുക, ഇന്നെങ്കിൽ ഇന്ന്. ഓക്കെ, നമസ്കാരങ്ങളിലേക്ക് കൊണ്ടുവരാ. ബൈഹാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ, തഹജ്ജുദ് പോലെ നമസ്കാരങ്ങൾ മുസ്ഹഫ് തുറന്നിട്ട്, നമ്മൾ മുസ്ഹഫ് തുറന്ന് ഓതാറുണ്ട്, കുറേ ഓതാറുണ്ട്. പക്ഷെ തദബ്ബുറോട് കൂടി, അത് ആയത്തിന്റെ എണ്ണം കുറഞ്ഞാലും തദബ്ബുറോട് കൂടി ഓതി പഠിക്കുക. നമ്മൾ L2ML പുതിയ പ്ലാനിൽ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർക്ക് ഇനിയും ജോയിൻ ചെയ്യാം. ആ ലിങ്ക് എപ്പോഴും ഓപ്പൺ ആണ്. ഓരോരുത്തർ ഓരോ സെറ്റ് ആകുമ്പോൾ ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ തൽക്കാലം ചില ഗ്രൂപ്പുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് ലീഡറെ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം ഫില്ല് ചെയ്യുന്നവര് ഞാൻ ലീഡർ ആവാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ലീഡറിന് ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്രൂപ്പ് ആക്കാം. ഇനി ഇത്തിരി ഡിലേ ആയാലും എപ്പോഴാണോ ഗ്രൂപ്പ് ആവുന്നത് അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ആയത്ത് മുതൽ തുടങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. റിപ്പീറ്റ് ചെയ്യുമ്പം നാച്ചുറലി നമ്മൾ അതിന്റെ അർത്ഥങ്ങളിലൂടെയും തദബ്ബറിലൂടെയും റിഫ്ലക്ഷൻസിലൂടെയൊക്കെ പോകുമ്പം പല കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ അമലിലേക്ക് കൊണ്ടുവരാത്ത കാര്യങ്ങൾ. ചിലത് നമുക്ക് അപ്പം ഫസ്റ്റ് കേട്ടപ്പോൾ കത്തിയിട്ടും കൂടെ ഉണ്ടാവല്ലോ, ഇത് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണെന്ന് മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് യെസ്, ഇവിടെ തിരുത്താനുണ്ട്, ഇവിടെ മാറ്റാനുണ്ട്, ഇത് കൊണ്ടുവരാനുണ്ട്, ഈ കാര്യത്തിൽ ഞാൻ തൗബ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു പ്രവൃത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ അതാണ്. ഓക്കെ, ഇനി ഇടക്ക് ജോയിൻ ചെയ്തവർ, സെക്കൻഡ് ജ്യൂസിൽ ജോയിൻ ചെയ്തവർ, തേർഡ് ജ്യൂസിൽ ജോയിൻ ചെയ്ത് ഇപ്പൊ ലാസ്റ്റ് കുറച്ച് ആയത്തുകളിൽ ജോയിൻ ചെയ്തവർ, ആരും പേടിക്കണ്ട. സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ തുടങ്ങിക്കോ. ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം L2ML. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഫസ്റ്റ് ടൈം ആണ്, മറ്റുള്ളവർ അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു വ്യത്യാസം നമുക്ക് പേഴ്സണലി മനസ്സിലാവുന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ഫസ്റ്റ് ടൈം കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ടൈം നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ലേറ്റ് ആയി പോയല്ലോ ജോയിൻ ചെയ്യാനൊന്നും ആരും വിചാരിക്കേണ്ട. സ്റ്റാർട്ടിങ് മുതൽ അങ്ങോട്ട് തുടങ്ങിക്കോ. അപ്പം നിങ്ങളിപ്പോ തുടക്കക്കാരാവുമ്പോൾ ആദ്യം ലൈറ്റ് ആയിട്ട് എടുക്കുക, ഒരുപാട് ഹെവി ആക്കാണ്ട് കുറച്ച് നിങ്ങളുടെ ഷെഡ്യൂളിന് പറ്റുന്ന രീതിയിൽ എടുക്കുക. മെല്ലെ ഷെഡ്യൂള് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പുകളുടെ സഹായം തേടുക, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ സഹായം തേടുക, ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ചെയ്യുക. കാരണം ഇതത്ര എളുപ്പമല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇബ്ലീസ് പല രീതിയിലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ഗ്രൂപ്പ് ആക്കിയിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുമ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഇവൻച്വലി അത് നമുക്ക് എളുപ്പമാക്കി തരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും അത് എളുപ്പമാക്കി തരട്ടെ. ബഖറയുടെ ആളുകളാവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അതുപോലെ ഓരോ കാര്യങ്ങളും സമഅന വ അതഅന എന്നുള്ള ആ ഒരു രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖുള്ള ആൾക്കാരായിട്ട് റബ്ബ് നമ്മളെല്ലാവരെയും മാറ്റട്ടെ. അമീൻ. അൽഹംദുലില്ലാ. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് മുതലുള്ള കുറേ ആളുകൾക്കെങ്കിലും ഇപ്പം ശരിക്കും ആ ഒരു സമഅന ആശയമെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവും അല്ലേ. കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അനുസരിക്കാൻ പറ്റുന്നുണ്ടാവും. ബാക്കി പല പ്രയാസങ്ങൾ, ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ മലയായിട്ട് നിൽക്കുന്നതുണ്ടാവും. പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആലയോട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. ആമിന റസൂൽ ഓരോ ദിവസവും ശരിക്കും അത് ഉൾക്കൊണ്ടുകൊണ്ട്, റബ്ബേ ഇന്ന് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് കഴിവിനപ്പുറം നീ വഹിപ്പിക്കല്ലേ, തെറ്റുപറ്റി മറന്നുപോയതിന് അബദ്ധം പറ്റിയതിന് നീ പുറത്തു തരണേന്ന് ഓരോ ദിവസവും നമ്മൾ അങ്ങനെ നമ്മളെ ലൈഫിനെ ഫ്രഷാക്കി വീണ്ടും കൊണ്ടുപോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എളുപ്പവും വരും. അള്ളാഹു നമുക്ക് പുറത്തു തരുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇതിലെ ലെസൺസിലേക്ക് പോവാം.
കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുണ്ട്. കുറച്ച് നമുക്ക് റിപ്പീറ്റേഷൻ ആണ്, എന്നാലും നോക്കാം. ഓക്കെ, ഫസ്റ്റിന് നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു തആല ആണ് എല്ലാത്തിന്റെയും ഓണർ എന്നല്ലേ. ആകാശത്തുള്ളതാണെങ്കിലും ഭൂമിയിലുള്ളതാണെങ്കിലും എന്തും എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് അത്, ഈ പ്രപഞ്ചം മൊത്തത്തിലാണെങ്കിലും അല്ലെ, എല്ലാം. അപ്പം ഞാൻ, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികൾ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും, എൻ്റെ ബുക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ വീട് ഞാൻ ഉണ്ടാക്കിയതാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇത് അള്ളാഹ് എന്താ, എന്താണ് ബസ്സും കാറും ജീപ്പും ലോറിയും ഒന്നും അള്ളാഹ് ഉണ്ടാക്കിയതല്ലല്ലോ, മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും, എല്ലാത്തിന്റെയും ഓണർ ശരിക്കും അള്ളാണ്. കാരണം നമ്മളുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു വീട് നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിലും നമ്മളുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് പാർഷ്യലാണ്. കാരണം കംപ്ലീറ്റ് ഓണർഷിപ്പ് നമുക്കില്ല. നമ്മൾ ഉണ്ടാക്കിയ വീടാണെങ്കിലും ഒരു അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശക്തമായ ഒരു കാറ്റടിച്ച ഒരു മഴ വന്നാൽ അത് ബ്രേക്ക് ചെയ്യാം. ഇനി ഒന്നും വേണ്ട അല്ലെ, വെറുതെ ഒന്ന് ഒരു എന്താണ് വെള്ളം ലീക്കായിട്ട് ബിൽഡിങ്ങുകളൊക്കെ എന്താണ് ചുമരുകളൊക്കെ തകർന്ന് വീഴുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്, നമുക്ക് ചുറ്റുപാടും നമ്മൾ കാണുന്നതാണ്. അപ്പം നമ്മളുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അത് തകരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല നമ്മളുടെ ഓണർഷിപ്പ് ടെമ്പററി ആണ് അല്ലെ. നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്നത് വരെ, അല്ലെങ്കിൽ ആ വീട് നമ്മളടുത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ നമ്മളടുത്ത് നിന്ന് വേറൊരാളെ പേരിലേക്ക് ആവുന്നത് വരെയുള്ളൂ നമ്മളുടെ ഓണർഷിപ്പ്. കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് അത് നമ്മളെ കയ്യിൽ നിന്ന് പോവും അല്ലെ, അല്ലെങ്കിൽ നമ്മളെ മരണം വരുമ്പോൾ അത് നമ്മളെ കയ്യിൽ നിന്ന് പോവും. അപ്പം എല്ലാം ആകാശത്തും ഭൂമിയിലും ഉള്ള എല്ലാ സാധനങ്ങളും, നക്ഷത്രങ്ങളായിക്കോട്ടെ, ചന്ദ്രനായിക്കോട്ടെ, ഗാലക്സീസ് ആയിക്കോട്ടെ, കുർസി ആയിക്കോട്ടെ, അർഷ ആയിക്കോട്ടെ, മലായിക്കത്ത് ആയിക്കോട്ടെ, ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെ റൂഹകളായിക്കോട്ടെ, എല്ലാം ആരുടെയാണ്? അള്ളാഹുവിന്റെ അല്ലെ. ഇതിനിടക്കുള്ള മേഘങ്ങളായിക്കോട്ടെ അല്ലെ, അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളായിക്കോട്ടെ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സാധനങ്ങളായിക്കോട്ടെ, നമ്മളുടെ കണ്ണിന് മുകളിലുള്ള മേശ, കസേര, കട്ടില്, എല്ലാം ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതും, മൃഗങ്ങളും പക്ഷികളും നദികളും എല്ലാം എന്റെയാണ്? ആരെയാണ്? അള്ളാഹുവിൻ്റെതാണ് അല്ലെ. അപ്പം അള്ളാഹ് ഇതിനൊക്കെ ഓൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണെന്നുണ്ടെങ്കിൽ, അള്ളാഹു ആണ് ഇതിനെ എല്ലാത്തിനെയും പരിപാലിക്കുന്നത്. ഈ ഓരോ കാര്യങ്ങളുടെയും ഓരോ അഫയറും കൺട്രോൾ ചെയ്യുന്നത് അള്ളയാണ് അല്ലെ. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്ക് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് അല്ലാത്ത എല്ലാവരുടെ അടുത്തും നമ്മൾ പോകും അല്ലെ. ആ കൺട്രോളർ അവിടെ മേലെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് മറന്നിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും ആ പ്രശ്നമായിട്ട് നമ്മൾ ചെല്ലും. സുബ്ഹാനല്ലാഹ് അല്ലെ. ഒരു സൂര്യനാണെങ്കിലും, സൂര്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക സൃഷ്ടിപ്പാണ് അല്ലെ. ആ സൂര്യനെ റബ്ബ കൺട്രോൾ ചെയ്യുന്നത്. പിന്നല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുഞ്ഞു 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 കാര്യങ്ങളായിട്ടുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്ക് ആ സൃഷ്ടാവിനെ പലപ്പോഴും നമുക്ക് മറന്നുപോകും. ആ സൃഷ്ടാവാണ് അതിനെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് പലപ്പോഴും മറന്നുപോകും. സുബ്ഹാനല്ലാഹ്. ഒരു വീടിന്റെ കാര്യം തന്നെ എടുക്കുക. വീടിന്റെ ഓണർ ആ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും അല്ലെ. ഇപ്പൊ ഉപ്പയാണ് വീടിന്റെ ഓണർ എങ്കിൽ ഉപ്പ ബില്ല് അടച്ചോ എന്ന് നോക്കും. കറക്റ്റ് കറണ്ട് ബില്ല് ഉപ്പ സമയത്ത് അടച്ചില്ലെങ്കിൽ കറണ്ട് പോകും. അതുകൊണ്ട് ഉപ്പ അത് കറക്റ്റ് സമയത്ത് നോക്കും അല്ലെ. ഇനി എന്തെങ്കിലും പ്ലംബിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ട്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ട്, എന്തെങ്കിലും റിപ്പയർ ചെയ്യണം, ആരാ നോക്കുക? വീടിന്റെ ഓണറാണ് അത് നോക്കുക അല്ലെ. കാരണം ഓണർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ആകാശത്തിന്റെയും ഭൂമിന്റെയും അതിനടുക്കുള്ള എല്ലാത്തിന്റെയും ഓണർ. അപ്പൊ ഓണറുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ലേ നമ്മളുടെ ജീവിതങ്ങളൊക്കെ അല്ലെ. അപ്പൊ ഓണർ നമ്മളെ ഒരു ജീവിതത്തിൽ പ്രത്യേക എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രത്യേക രീതിയിൽ, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ മോശമാണെന്ന് വിചാരിക്കുന്ന രീതിയിൽ ഒരു സംഭവം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഓണർ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവിന് ദോഷം വരുത്താനാവില്ല അല്ലെ. ഹൈറിന് തന്നെ ആവുള്ളൂ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല അല്ലെ. നമുക്ക് ഇങ്ങനെ ഒരു ഓണർ ഉള്ള കാര്യം നമുക്ക് മറന്നുപോകും. നമ്മൾ വിചാരം നമ്മളാണ് എല്ലാത്തിന്റെയും ഓണർ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് അല്ലെ. അപ്പം വെറുതെ സിമ്പിൾ ആയിട്ട് ഒരു കറണ്ടിന്റെ ബില്ലിന്റെ കാര്യം എടുക്കാന്ന് വെച്ചോ. അപ്പൊ നമ്മളെ വീട്ടിൽ കറണ്ടിന്റെ ബില്ല് വന്നു, ഉപ്പ കറക്റ്റ് കറണ്ടിന്റെ ബില്ല് അടയ്ക്കും. അതെന്തുകൊണ്ടാ? അവർ ഫ്യൂസ് ഊരി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. സപ്പോസ് ഒരു മാസം ഉപ്പ കറണ്ട് ബില്ല് അടയ്ക്കുന്നില്ല എന്ന് വിചാരിക്കാം, മനഃപൂർവ്വം അടയ്ക്കാതിരിക്കാന്ന് വെച്ചോ. ചിലപ്പം ഇതായിരിക്കും കാരണം, മോനുണ്ട് അല്ലെ, അവനും ഒരു ഉത്തരവാദിത്വം വരട്ടെ, അവൻ ആ ബില്ലൊന്ന് അടയ്ക്കട്ടെ. വീട്ടിന് മോശം വരുത്താൻ വേണ്ടിയിട്ട് ഉപ്പ അത് ചെയ്യോ? നോർമലായിട്ടുള്ള ഒരു പാപ്പ അത് ചെയ്യൂല അല്ലെ. അപ്പം അവിടെ നമ്മൾ സാധാരണ സംഭവിക്കാത്ത, അല്ലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോൾ പോലും ഉപ്പാക്ക് അവിടെ ഒരു നല്ല നിയത്തുണ്ട് അല്ലെ, അവന് ഉത്തരവാദിത്തം വരാൻ. അതുപോലെയായിരിക്കും പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല നെഗറ്റീവ് കാര്യങ്ങളും കൊണ്ടുവരുന്നത് അല്ലെ. നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിപ്പിക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കാനോ അല്ലെ, ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാനോ ഉള്ളതായിരിക്കും. പക്ഷെ നമ്മൾ ആ കൺട്രോളറായ, ആ ഓണറായ അള്ളാഹിനെ വിട്ടിട്ട് ബാക്കി എല്ലാത്തിന്റെ പിന്നാലെയും നമ്മൾ പോവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു ആണ് ഉടമസ്ഥൻ.
എന്തൊരു പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ ഇങ്ങനെയുള്ള ഒരു ഉടമസ്ഥൻ. അതൊരു വീടിന്റെ ഉടമസ്ഥൻ. ഇപ്പം ഒരു വീട്ടില് ഉമ്മയും ഉപ്പയും മക്കളും ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഉപ്പയാണ് ഉടമസ്ഥൻ വീടിന്റെ അല്ലെ. പൊതുവെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഉപ്പക്ക് കുറച്ചും കൂടെ ഒരു കാര്യഗൗരവവും ഒരു പെർഫെക്ഷനും കാര്യങ്ങളെ കുറിച്ചുള്ള അറിവും ഒക്കെ ഉണ്ടാവും അല്ലെ. കാരണം എന്തെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക, എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കും. അതായത് നമ്മൾ സ്പെഷ്യൽ കേസിൽ അങ്ങനെ അല്ല എന്നൊക്കെ പറയുമെങ്കിലും ജനറലി അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് അവർക്ക് നല്ല ഒരു ബോധം ഉണ്ടാവും അല്ലെ. അപ്പം ഇത്രയും 7 ലോകങ്ങളുടെയും അല്ലെങ്കിൽ 7 ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനിടയിലുള്ള എല്ലാത്തിന്റെയും ഓണറായ റബ്ബിന്റെ പെർഫെക്ഷൻ എന്തായിരിക്കും, അവന്റെ അറിവ് എന്തായിരിക്കും അല്ലെ, അവന്റെ കഴിവ് എന്തായിരിക്കും, അവന്റെ ഹിക്മത്ത് എന്തായിരിക്കും, സുബ്ഹാനല്ലാഹ്, അവന്റെ കാരുണ്യം എന്തായിരിക്കും, അവൻ എന്തെല്ലാം കേൾക്കുന്നതിൽ അവനെല്ലാം കേൾക്കുന്നുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അവനാണ് സകലമാന സ്ട്രെങ്തും സകലമാന പവറും. സുബ്ഹാനല്ലാഹ്, അള്ളാഹിനെ കുറിച്ച് വീണ്ടും 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 ഓർമ്മിപ്പിക്കേണ്ട ഒരായത്താണ് ഈ ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ഒരു ഒരു റബ്ബ് പറയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചു കഴിഞ്ഞാലും നിങ്ങൾ പുറത്താക്കി കഴിഞ്ഞാലും എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മളൊക്കെയും പലതും ഒളിപ്പിച്ചു വെക്കുകയാണ്, അവനിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് അള്ളാഹുവിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള നോളജിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. എല്ലാം ഭൂമിയിലും ആകാശത്ത് നടക്കുന്ന എല്ലാം അവനറിയാം. എന്തൊരു സീക്രട്ട് ആണെങ്കിലും എത്രയും ഡാർക്ക്നെസ് ഇരുട്ടിന്റെ അതായത് ഭൂമിന്റെ ഉള്ളിലേക്ക് കുഴിച്ചു കുഴിച്ചു പോകുമ്പോൾ ഭയങ്കര ഇരുട്ടാന്ന് നമുക്കറിയാം അല്ലെ. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും അവനറിയാം. രാത്രിയുടെ ഇരുട്ടിൽ സംഭവിക്കുന്നതും അവനറിയാം, പകലിൽ നടക്കുന്നതും അവനറിയാം. പബ്ലിക്കായിട്ട് ചെയ്ത കാര്യം അവനറിയാം, സീക്രട്ട് ആയിട്ട് ചെയ്ത കാര്യം അവനറിയാം, എന്തും ഏതും അവനറിയാം. അതുകൊണ്ട് തന്നെ അവന് തൃപ്തിയില്ലാത്ത ഒരു കാര്യവും നമ്മൾ ആരും, ഞാനും നിങ്ങളും ഹൃദയത്തിൽ വെക്കണ്ട. നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റൂല അല്ലെ. അവന് തൃപ്തിയില്ലാത്ത ഒരു കാര്യവും നമ്മൾ ആരും ഹൃദയത്തിൽ വെക്കണ്ട. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ മനസ്സുകളെ കുറിച്ച്. ഫുൾ ടൈം ഫങ്ഷനിങ് ആണ് അല്ലെ. നമ്മളിനി എത്ര മടിച്ചികളായിക്കോട്ടെ, നമ്മളെ ബോഡിയിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാരാണ്? മൂപ്പരാണ് മനസ്സിലെ. തിങ്കിങ് ആൻഡ് തിങ്കിങ് ആൻഡ് തിങ്കിങ് ആൻഡ് തിങ്കിങ്. അത് ചിന്തയില്ലാത്തൊരു സമയം നമുക്കില്ല. പലപ്പോഴും ഉറങ്ങാൻ കിടന്നാൽ പോലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിന്ത നിർത്തിയിട്ട് ഉറങ്ങാൻ പറ്റൂല അല്ലെ. ചിന്തകള് വരും പോവും. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഇവിടെ ഈ ഒരു നമ്മളിപ്പോ ക്ലാസ് തുടങ്ങിയിട്ട് 1 മണിക്കൂറിന്റെ അടുത്തായിട്ടുണ്ടാവും അല്ലെ. ഈ ഒരു സമയം എത്ര നൂറുകണക്കിന് ചിന്തകളാണ് നമ്മളുടെ ഓരോരുത്തരുടെ മനസ്സിലൂടെയും പോയിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ മനസ്സുകളിലൂടെ പോയതല്ലേ. ഞാൻ പറയുന്നത് ഇതാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലൂടെ വേറെ വേറെ കാര്യങ്ങൾ പോയിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഉറങ്ങാൻ കിടന്നാലും നമ്മൾ ബ്രെയിനിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുക്കള നമ്മൾ പൂട്ടിയിട്ടുണ്ടാവും, വീടിന്റെ വാതിൽ പൂട്ടിയിട്ടുണ്ടാവും, റൂമിന്റെ വാതിൽ പൂട്ടിയിട്ടുണ്ടാവും, ലാപ്ടോപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടാവും, ഫോൺ ഓഫ് ആക്കിയിട്ടുണ്ടാവും. പക്ഷെ ബ്രെയിനിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ നമുക്ക് ഭയങ്കര പ്രയാസം. നിസ്കരിക്കാൻ വന്ന് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടാവും അല്ലെ. എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും നമ്മൾ മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ വന്ന് കൈകെട്ടി നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ ഷട്ട് ഓഫ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവൻ നമ്മൾ ഒരാളടുത്ത് നല്ല ശ്രദ്ധിച്ച് അവർ സംസാരിക്കുന്നത് കേട്ട് അവർക്ക് മറുപടി കൊടുക്കുന്ന സമയത്ത് പോലും ചിലപ്പം നമ്മളെ ഫോണിലുള്ള ഒരു ട്രിങ് അല്ലെ, ഒരു നോട്ടിഫിക്കേഷൻ നമ്മളെ ചിന്തനെ എടുത്തു കളയും. അവർ പറയുന്നു, നമ്മൾ അവരോട് മറുപടി കൊടുക്കുന്നു യാന്ത്രികമായിട്ട്. കാരണം നമ്മളെ ചിന്ത വേറെ എവിടേക്കോ പോയി. എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ വേറൊന്ന് വന്നോണ്ടേ ആണല്ലോ. പക്ഷേ വന്നാലും പോയാലും നമ്മൾ ഓർത്താലും മറന്നാലും നമുക്ക് ചില വികാരങ്ങൾ വിഷമങ്ങൾ ഉണ്ടായാലും ആ വിഷമങ്ങൾ നമ്മൾ നമ്മൾ അതിനെ ഓവർകം ചെയ്തു. ഓക്കെ, ആ സങ്കടം മാറി അല്ലെങ്കിൽ ആ സന്തോഷം മാറി, എന്ത് ആയാലും ഇല്ലെങ്കിലും ഒരു കാര്യമുണ്ട്, അള്ളാന്റെ അടുത്ത് ഇത് ഫുള്ള് റെക്കോർഡ് ഉണ്ട്. നമ്മളെ ചിന്ത നമ്മളെ മനസ്സിൽ വന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഓർത്തത് നമ്മൾ മറന്നിട്ടുണ്ടാവും, നമ്മളെ വികാരങ്ങൾ നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അള്ളാന്റെ അടുത്ത് ഈ പറഞ്ഞ എല്ലാത്തിന്റെയും ട്രാക്ക് റെക്കോർഡ് അള്ളാന്റെ കയ്യിലുണ്ട്. അള്ളാഹ് ചോദിക്കും, അള്ളാഹ്ക്ക് ചോദിക്കാം, അള്ളാഹ്ക്ക് ആ ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യാം. എന്തിനു നീ ഇങ്ങനെ ചിന്തിച്ചു? സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തു? സുബ്ഹാനല്ലാഹ്. നമ്മളെ ഹൃദയങ്ങളിൽ എന്തൊക്കെയാ തോന്നാറ്? ഒന്നൊന്നും അങ്ങോട്ട് ഇറങ്ങി നോക്കാം അല്ലെ. ഒരുപാട് കാര്യങ്ങൾ. അമാലുൽ ഖുലൂബ് എന്ന് പറയുന്നത്, കൽബിന്റെ അമലുകൾ എന്ന് പറയുന്നത് ഒരുപാടാണ്. നമ്മളെ നിയ്യത്തുകൾ ഉണ്ടാവാം അല്ലെ. എന്തെങ്കിലും ചെയ്യാനുള്ള നെയ്യത്തും ചെയ്യാതിരിക്കാനുള്ള നെയ്യത്തും, നല്ലതും ചീത്തയുമായിട്ടുള്ള നെയ്യത്ത്, നമ്മുടെ ക്ഷമകളും, നമ്മളുടെ തവക്കുൽ, നമ്മുടെ പ്രതീക്ഷ, നമ്മൾ പുറത്തു കൊടുക്കല് അല്ലെ, നമ്മൾ മറന്നു കളയല്,
അതുപോലെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള നല്ല ചിന്തകൾ, നമ്മളെ കുറിച്ച് തന്നെയുള്ള നല്ല ചിന്തകൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള നല്ല ചിന്തകൾ, ഇതൊക്കെ വരാം. അതേപോലെ നെഗറ്റീവ്സ് അല്ലെ, ചീത്ത കാര്യങ്ങൾ നമ്മളെ ഹൃദയത്തിൽ വരികയും പോവുകയും ചെയ്യുന്നു. നമുക്ക് നമ്മളെ ഫീലിങ്സിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. നമ്മൾ മറക്കുന്ന, വരുന്നു പോകുന്നു, ചിന്തിക്കുന്നു, മറക്കുന്നു അല്ലെ. നമ്മൾ അതിനെ ഓവർകം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അള്ളാന്റെ അടുത്ത് റെക്കോർഡ് ഉണ്ടാവും. അള്ളാഹ് ചോദ്യം ചോദിക്കും. അപ്പം നമ്മൾ പ്രവർത്തനങ്ങളെ, നമ്മളെ വാക്കുകളെ മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ പോരാ, നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ ഫീലിങ്സിനെ, നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ സാധാരണ എന്താ പറയാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല അല്ലെ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഭയങ്കര വിഷമം. ഞാനത് എത്ര മനസ്സിന്ന് കളയാൻ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ആകെ അപ്സെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹേർട്ടാണ്. അവരെന്നാലും എന്നോട് അത് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിന്ന് അത് അങ്ങോട്ട് പോകുന്നില്ല അല്ലെ. ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, നിരാശയാണ്. ഞാൻ വിചാരിച്ചിട്ട് ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു നിരാശ എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് അവരോട് ഭയങ്കര വെറുപ്പാണ്. അവർ ചെയ്തത് എൻ്റെ മനസ്സിന്ന് അങ്ങോട്ട് പോകില്ല. പക്ഷെ ഞാൻ അവരോടൊന്നും ചെയ്യൂല, അത് മറിച്ചൊന്നും ചെയ്യൂല. പക്ഷെ ഹൃദയത്തിൽ അത് അവിടെ ഉണ്ട് അല്ലെ. എനിക്ക് ഭയങ്കര അസൂയാണ് അവരുടെ അടുത്ത്. അല്ലെങ്കിൽ ഞാൻ മാത്രം നല്ലത്, അവളെന്തൊരു മോശമല്ലേ, അവളെ വിചാരം അവള് ഭയങ്കര സംഭവമാണ്, പക്ഷെ ഞാനാ നല്ലത്. അല്ലെങ്കിൽ ആ ഒരു പ്രതികാരം, എനിക്ക് അവളോട് എന്തെങ്കിലും അല്ലേ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവളെ പറഞ്ഞു മുറിവേൽപ്പിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ എന്നുള്ള അതുപോലത്തെ പ്രതികാരത്തിന്റെ ചിന്തകള്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ പലതും നമ്മളെ ഹൃദയത്തിനെ കീഴടക്കി ഭരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. കുറേയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വേറെ ചിലത് ഇപ്പോഴും നമ്മൾ അഴിച്ചു വിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്യണം. കാരണം നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് പുറത്തു വരും. നമ്മളെ നാവിലൂടെയോ നമ്മളുടെ പ്രവൃത്തികളിലൂടെയോ പുറത്തു വരും. ആരോടെങ്കിലും അസൂയ ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, നമ്മളത് അവരുടെ അടുത്ത് അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. പക്ഷെ ഹൃദയത്തിൽ അതുണ്ട്, മാറുന്നില്ല. എപ്പോഴെങ്കിലും നമ്മുടെ പ്രവൃത്തിയിൽ അത് പുറത്തു വരും. നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെന്ന് നോക്കാം. ആരെങ്കിലും നമ്മൾ അവളെന്താ അങ്ങനെ ആ കാര്യം ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ജഡ്ജ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ അവരോട് കാണിക്കുന്നുണ്ടാവില്ലായിരിക്കും, പറയുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും അത് നമ്മളിൽ നിന്ന് പുറത്തു വരും. ഒരാൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ ഹാപ്പിനെസ് അവരുടെ ഉള്ളിൽ നിന്ന്, അല്ല മീൻസ് അവരുടെ മുഖത്ത് വരാതിരിക്കുമല്ലോ അല്ലെ, അത് ശരിക്കും കാണും. ഭയങ്കര എക്സൈറ്റഡ് ആണെങ്കിൽ അത് അവരുടെ മുഖത്ത് അത് കാണും. അതേപോലെയാണ് എല്ലാ വികാരങ്ങളും, നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങളും. നമുക്ക് ഒരാളെ ഭയങ്കര വെറുപ്പാണ്, ഓക്കെ, ഭയങ്കര വെറുപ്പാന്ന് നിൽക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കണം അത് ഹൃദയത്തിലേ ഉള്ളൂ, ഞാൻ പുറത്തേക്ക് കാണിക്കൂല, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കൂല. യെസ്, അത് പുറത്തു വരും. ആ വെറുപ്പിനെ നമ്മൾ എന്റർടൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ ഹൃദയത്തിൽ അതിനെ കുടിയിരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. കാരണം നമ്മൾ ഇതുവരെ എന്താണ്, പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെ, കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളെ അല്ലെങ്കിൽ നാവ് കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഹൃദയത്തിന്റെ കാര്യം കുഴപ്പമില്ലല്ലോ, പുറത്തേക്ക് കാണിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൈൻഡ് ആക്കിയിട്ടില്ല. പക്ഷെ അത് ഹൃദയത്തിന്റെ അകത്ത് അവിടെ ഉണ്ടെങ്കിൽ അതേതെങ്കിലും ഒരു അവസരത്തിൽ അത് പുറത്തു വരും. അപ്പൊ നമ്മൾ അതിനെ എന്റർടൈൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ചിന്തകൾ വന്നാൽ അതിനെ നമ്മൾ കുടിയിരുത്തരുത്. ഒരാളെ കുറിച്ചും ഒരു നെഗറ്റീവ് ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനെ ഓടിച്ചു വിടണം. നമ്മൾ മുമ്പ് ഒരു ഉദാഹരണം ഏതോ സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നവരെ വാതിൽ തുറക്കുന്നത് വരെ നമ്മളെ കൺട്രോളിലല്ല. അവര് വന്ന് ബെല്ലടിച്ച് നമ്മൾ വാതിൽ തുറന്ന് അവരാരാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ പിന്നെ കയറ്റിയിരുത്തണോ പുറത്തേക്ക് വിടണോ എന്നുള്ളത് അത് നമ്മളെ കൺട്രോളിലാണ് അല്ലെ. അവർ മോശപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരെ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മളൊക്കെ ഒരു പക്ഷേ ജീവിതത്തിൽ പല സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ. പക്ഷെ കേറ്റണ്ട എന്നുള്ള തീരുമാനം, അവരാരാന്ന് കണ്ടു മനസ്സിലായി അവർ മോശമാണ്, അവരെന്റെ വീട്ടിനകത്ത് കയറണ്ട എന്നുള്ള തീരുമാനം നമ്മളുടേതാണ്. അതേപോലെയാണ് ചിന്തകൾ വരും. പക്ഷെ നമ്മൾ എന്റർടൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് നമ്മളെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പ്രവർത്തിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പുറത്തേക്ക് വരും. പലരോടും നമുക്ക് വെറുപ്പുണ്ടാവും. നമ്മളൊരു ഫേക്ക് സ്മൈലൊക്കെ കടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അല്ലേ. എന്നിട്ട് നമ്മളെ ചിരി കാണുമ്പോൾ തന്നെ അവർക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ. അപ്പൊ നമ്മൾ പറയും ഇല്ല, ഞാൻ മറ്റേ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര വിഷമത്തിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും അവരെ മുമ്പില്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അവരോടുള്ള വെറുപ്പായിരിക്കും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഹൃദയം ഫിക്സ് ചെയ്യാതെ പ്രവർത്തിക്കുകയാണ്. അതായത് പ്രവർത്തനത്തിലേക്ക് ഞാനിതൊന്നും കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ രക്ഷയില്ല, അള്ളാഹ്ക്ക് വിചാരണ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അല്ല, നമ്മളിങ്ങനെയാണ്. ഹൃദയത്തിന്റെ
കാര്യങ്ങളെ കുറിച്ചല്ല നമ്മളുടെ കോൺസെൻട്രേഷൻ, അല്ലെ? നമ്മളെ കോൺസെൻട്രേഷൻ അത്രയും നമ്മളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. സംസാരത്തെ കുറിച്ചും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മാറ്റം വരുത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതിനെ ഒരു പരിധിയിൽ കൂടുതൽ കൺട്രോൾ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളെ വിചാരം അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്നാണ്, അല്ലെ? സഹാബാക്കൾ ഇവിടെ വന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം എന്താ ചോദിച്ചത്? അള്ളാഹ് നിങ്ങളോട് പറയുന്ന അള്ളാഹ് ഹിസാബ് എടുക്കും, ഹിസാബ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പഴയ ജനതയെ പോലെ ആവുകയാണോ, സെമഅ്നാ വ അസൈനയുടെ ആൾക്കാരാവുകയാണോ എന്നാണ്. അള്ളാഹ് നമ്മളോടും പറയാണ് ഞാൻ ഇത് ഹിസാബ് ചെയ്യുന്ന. നമ്മളെന്താ പറയാ? ഇല്ല റബ്ബേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്ന് പറയോ? ഇല്ലല്ലേ? സെമഅ്നാ വ അതഅ്നാ. എന്തൊരു നെഗറ്റീവ് ചിന്ത എനിക്കും നിങ്ങൾക്കും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ നിമിഷം വരെ, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ വരെ നമ്മളെ മനസ്സിലൊക്കെ അങ്ങനെ വന്നിട്ടുമുണ്ട്. നമ്മൾ വേറെ ആരോടും പറയാതെ ചിലപ്പോൾ സീക്രട്ട് ആയിട്ട് ആരോടെങ്കിലും പറഞ്ഞിട്ടും ഉണ്ടാവും. നാലോൾ അങ്ങനെ ആക്കിയില്ലേ, നാലോൾ എന്താ ഇങ്ങനെ, നിങ്ങൾ ആരോടും പറയണ്ടട്ടോ, ഞാൻ പറഞ്ഞായിട്ട് ആരോടും പറയണ്ടട്ടോ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം അതിന് അവിടെ വെച്ച് തന്നെ ട്രീറ്റ്മെന്റ് അതിന് കൊടുക്കുക. ഹൃദയത്തിന്റെ അകത്ത് തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുക, നെഗറ്റീവ് ചിന്തകൾക്കുള്ള. അപ്പൊ തന്നെ അതിനൊരു നിമിഷം അവരെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്, ഇല്ല പുറത്തേക്ക് കാണിക്കൂല, സംസാരിക്കൂല, പ്രവർത്തിക്കൂല എന്ന്, അത് പുറത്തേക്ക് വരും. അത്രയല്ല, നമ്മൾ അങ്ങനെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്തേക്കൊന്ന് കാണിക്കുമ്പോൾ നിഫാഖാണ് അതല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരം നമുക്ക് നിഫാഖൊന്നുമില്ല, ബാക്കിയുള്ളവർക്കാണ് നിഫാഖ് മൊത്തത്തിൽ ഉള്ളത് എന്നല്ലേ. പക്ഷെ ഇത് നിഫാഖാണ്. ഒരാളോട് നമുക്ക് എന്തെങ്കിലും രീതിയിൽ വെറുപ്പും നെഗറ്റീവ് ചിന്തയും വെച്ചിട്ട് ഹൃദയത്തിലല്ലേ, പുറത്തേക്കൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കല. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി നമ്മൾ അൺഹാപ്പി ആയിരിക്കും. കാരണം നിഫാഖ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റൂല. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി നമുക്ക് ആ ബന്ധങ്ങൾ ഭയങ്കര സ്ട്രെയിൻഡ് ആയിരിക്കും. അവരെ കാണുമ്പോഴേ നമുക്ക് സന്തോഷമൊന്നും തോന്നൂല, അല്ലെ? അപ്പൊ ഭയങ്കര സ്ട്രെയിൻഡ് ബന്ധങ്ങളായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളെ വിചാരം, ഓ ഞാനങ്ങനെ വളരെ ഫേക്ക് ആയിട്ട് ഒരു പുഞ്ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണെന്നാ. ശരിക്കും നമുക്ക് ഹാപ്പിനെസ് വേണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. അതിന്റെ ആ ഹാപ്പിനെസ് ശരിക്കും എങ്ങനെയാ വരിക? നമ്മളെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ്, അത് എന്ത് കാരണമാണെന്ന് കണ്ടുപിടിച്ച് അപ്പൊ തന്നെ അതിന്റെ ഹൃദയത്തിനുള്ള ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുക, ആരോടാണെങ്കിലും. ഓക്കെ? കാരണം നമ്മളെ ഹൃദയത്തിലുള്ള വേറൊരു കാര്യമാണ് ഈമാൻ, അല്ലെ? നമ്മളെ വിശ്വാസം ഹൃദയത്തിലുള്ളതാണ്. പക്ഷെ അത് ഹൃദയത്തിന്റെ അകത്ത് നമ്മൾ അവിടെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സാധനമാണോ? അല്ല, അല്ലേ? കാരണം വിശ്വാസം പുറത്തേക്ക് വരും. എങ്ങനെ? നമ്മുടെ അമലുകളായിട്ട്, നമ്മുടെ നല്ല വാക്കുകളായിട്ട്, അല്ലെ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അമല സ്വാലിഹാത്ത് എന്ന് പറയുന്നതിന്റെ ബേസ് എവിടെയാണ്? വിശ്വാസത്തിലാണ്, അല്ലെ? ഇന്നല്ലദീന ആമനു അമല സ്വാലിഹാത്ത്. എവിടെയും അമല സ്വാലിഹാത്ത് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് വിശ്വാസം ഉണ്ടാവും. അപ്പം നമ്മുടെ അമലുകൾ പലതും സ്വാലിഹാത്ത് ആവാത്തതും, അല്ലെങ്കിൽ അമലുകൾ പലതും അമലാവാത്തതും വിശ്വാസത്തിന്റെ കുറവുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരാം. അപ്പം എന്താണോ ഹൃദയത്തിലുള്ളത് അത് പുറത്തേക്ക് വരും. അതുകൊണ്ട് ഫീലിങ്സിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, ഗാർഡ് ചെയ്യണം. ചിന്തകളെ, ഇമോഷൻസിനെ, ഹൃദയത്തിന്റെ അവസ്ഥയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാഹു ഹിസാബ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക. ചില എക്സെപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് എക്സെപ്ഷൻസ് നോക്കാം. ഓക്കെ? ശൈത്താൻ കൊണ്ടുവന്നിട്ട് തരുന്ന വസ്വസ. ഇപ്പൊ നമ്മൾ വേഗം വിചാരിക്കുക എന്റെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും ശൈത്താന്റെ വസ്വസല്ലേ. നമുക്ക് മെല്ലെ മെല്ലെ വരാം കാര്യങ്ങളിലേക്ക്. ഓക്കെ? അപ്പം ശൈത്താന്റെ വസ്വസം നമ്മൾ പലപ്പോഴും അല്ലേ അതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ റെസിസ്റ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യാണ്, ആ ചിന്തകളെ, അല്ലെ? അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കണ്ടോ, ഓളെന്തെന്നെ അങ്ങനെ നോക്കുന്നത്, ഒക്കെ എന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ട്. ഇബ്ലീസ് ഇട്ട് തരും അതുപോലെയുള്ള ചിന്ത. അപ്പം നമ്മള് അല്ലെ വേഗം ഓളെ സ്വഭാവത്തില്, അല്ലെങ്കിൽ ഓക്ക് ഞാൻ ചെയ്തത് ഇഷ്ടമില്ല, ഞാൻ നല്ല ഉദ്ദേശിച്ച് ചെയ്തതല്ലേ, എന്നിട്ട് എന്താ അങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ അതിന്റെ മേലെ ബിൽഡ് ചെയ്ത് വരും. അപ്പൊ തന്നെ നമ്മള് എന്താക്കുക? ഓളെന്തോ ക്ഷീണിച്ചിരിക്കായിരിക്കും, വേറെന്തോ പ്രയാസത്തിലൂടെ കടന്നു പോവായിരിക്കും, എന്നെ കുറിച്ചൊന്നും ചിന്തിക്കാൻ ഒക്കെ സമയം ഉണ്ടാവില്ല, അല്ലെ? ഒരു എക്സ്ക്യൂസ് അങ്ങോട്ട് കണ്ടുപിടിക്കുക, കൺട്രോൾ ചെയ്യുക ചിന്തകളെ. നമ്മൾ അത് വാണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ കുറിച്ച് വീണ്ടും 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 ചിന്തിച്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടി സമയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശൈത്താനെ കാരണമായിട്ട് കാര്യമില്ല. കാരണം ശൈത്താൻ ഭയങ്കര വീക്ക്, മൂപ്പര് ഇട്ട് തന്നിട്ട് പോവുള്ളൂ. ഓക്കെ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോറ് വന്ന് മുട്ടുന്നത് വരെ, ബെല്ലടിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല, അള്ളാഹു ചോദിക്കില്ല. പക്ഷെ എന്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ, വീട്ടിനകത്തേക്ക് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ഹിസാബിൽ പെട്ടു അത്. സുബ്ഹാനല്ലാഹ്.
നമ്മൾ ചിന്തകളാണ് നമ്മളെ ലീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടു. പക്ഷെ ചിന്തകൾ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു തരും. കാരണം നമ്മൾ ശ്രമിക്കുകയാണ് അല്ലെ, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മൾ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം കിട്ടും, അള്ളാഹു പുറത്തു തരുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം നെഗറ്റീവ് ചിന്തകൾ നാച്ചുറൽ ആണ്, വരും. പക്ഷേ മൂപ്പരെ വലുതാക്കാൻ സമയം കൊടുക്കരുത്. ഇൽ ഫീലിങ്സ്, നെഗറ്റീവ് ഫീലിങ്സ്, വേറെ ആളെ കുറിച്ചുള്ള എന്തെന്നെ രീതിയിലുള്ള നെഗറ്റീവ് ഫീലിംഗ് ആണെങ്കിലും, അഹങ്കാരമാണെങ്കിലും, അസൂയാണെങ്കിലും, വെറുപ്പാണെങ്കിലും, വിദ്വേഷമാണെങ്കിലും വലുതാക്കാൻ അനുവദിക്കരുത്. റെസിസ്റ്റ് ചെയ്യാം. നമ്മളൊക്കെയും വളരെ സട്ടിലായിട്ട്, വളരെ ലൈറ്റായിട്ട് പറയുന്ന പല പരദൂഷണങ്ങളും, വളരെ നമ്മൾ പലപ്പോഴും പരദൂഷണത്തിന് വേറെ പല കവർ ഇട്ടിട്ടുമാണ് വിളിക്കുക. പല 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 രീതിയിലും കവർ ചെയ്തിട്ടാണ് നമ്മൾ പറയുക. അതൊക്കെ നമ്മളെ ഹൃദയത്തിൽ നമ്മൾ വളരാൻ അനുവദിച്ച നെഗറ്റീവ് തോട്ടുകളാണ്. ഒരു എക്സെപ്ഷനും ഇല്ലാണ്ട് എന്നോടും നിങ്ങളോടും എനിക്ക് ഉണർത്തിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ആ പരദൂഷണത്തിനെ എന്തൊക്കെ പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും, ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാലും, ഓക്കെ, നമ്മളിങ്ങനെ വളരെ ഭംഗിയായിട്ട് പരദൂഷണത്തിനെ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം അത് പറയാൻ പാടില്ല എന്ന് അറിയുന്നതുകൊണ്ട് അതിനൊരു എക്സ്ക്യൂസ് ഒക്കെ കണ്ടുപിടിച്ച് വേറെ വേറെ സ്റ്റൈലിലൊക്കെ നമ്മൾ അതിനെ പറയും. പക്ഷെ എന്തെന്നെ പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ റൂട്ട് എന്താണ്? നമ്മൾ മനസ്സിൽ വളരാൻ അനുവദിച്ച ആ നെഗറ്റീവ് ചിന്തയാണ്. അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാ, ആ ചിന്ത വരുമ്പോ തന്നെ. ഓക്കെ, ഇല്ലെങ്കിൽ അത് നമ്മളെ തിന്മയിലേക്ക് എത്തിക്കും. ഇല്ലെങ്കിൽ നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ട് അത് പിന്നെ പ്രവൃത്തിയിലേക്കും എത്തിക്കും. ഓക്കെ, ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതത്തിന് തന്നെ അത് വേറെ തന്നെ ഒരു ഭംഗി കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഞാൻ പറഞ്ഞു, നാച്ചുറൽ ആണ് നമുക്ക് ആരെക്കുറിച്ചും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാം. കാരണം മൂപ്പര് നമ്മളെ കൂടെ ഉള്ളിടത്തോളം കാലം, അല്ലെ, ഇബ്ലീസ് ഭൂമിയിൽ മനുഷ്യന്മാരെ വഴിതെറ്റിക്കാനുള്ളിടത്തോളം കാലം നെഗറ്റീവ് ചിന്ത വരും. അതിനിപ്പോ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, വാതിൽ ഡോർ ബെല്ലടിക്കുന്നത് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് വന്ന ഉടനെ, ആ വരുന്ന സമയത്ത് തന്നെ അവരെ നന്നാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാരണം കണ്ടുപിടിക്കുക, അവർക്കൊരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക. ഇനി ഒന്നും പറ്റൂല എന്നുണ്ടെങ്കിൽ അവരെ അള്ളാഹു സുബ്ഹാനഹു തആല ആ തെറ്റ് ചെയ്യാൻ, അത് നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം അവർ ചെയ്തെന്ന് വെക്കാം, ആ തെറ്റ് ചെയ്യാൻ അള്ളാഹ് അനുവദിച്ചതാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഈ കാര്യം ഇങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ഈ ലെസൺ പഠിക്കണമായിരുന്നു, അല്ലെ, എന്നെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർ ഈ പ്രയാസം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലെസൺ പഠിക്കൂലായിരുന്നു, ഈ ലെസൺ ജീവിതത്തിൽ വരുത്തൂലായിരുന്നു, ഞാൻ അള്ളാഹിന്റെ അടുത്തേക്ക് അടുക്കൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം കൊണ്ട് അവരെ ഉപയോഗിച്ച് അള്ളാഹു എന്നെ നന്നാക്കിയതാണ്. അപ്പൊ നാച്ചുറലി നമ്മൾ അതെന്താവും, ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് അള്ളാഹ്ക്കുള്ള ശുക്രായിട്ട് മാറും, അല്ലെ. അവർക്ക് അങ്ങനെ അള്ളാഹ്ക്ക് നമ്മൾ ശുക്ർ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ അവരെ കുറിച്ചൊന്ന് ചിന്തിച്ചു പോകൂലേ? സുബ്ഹാനല്ലാഹ്, അവരോട് നമുക്ക് സിമ്പതി തോന്നൂല, അല്ലെ. എന്നെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ അള്ളാഹു അവരെ ഉപയോഗിച്ചെങ്കിൽ അതിന്റെ പേരിൽ അവര് നഷ്ടക്കാരായി പോകുന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. സുബ്ഹാനല്ലാഹ്, നമ്മൾ പലരും ഇന്ന് ഇവിടെ അൽഹംദുലില്ലാഹ് സൂറത്തുൽ ബഖറയുടെ 284 ആയത്ത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ആരൊക്കെയോ ഉപയോഗിച്ച് ആരൊക്കെയോ തിന്മ ചെയ്യാൻ അനുവദിച്ചിട്ട് നമ്മളെ ജീവിതം പ്രയാസപ്പെടുത്തിയിട്ട് ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം റബ്ബിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് എത്തിയവരാണ് പലരും, അല്ലെ. പക്ഷെ ഒന്ന് ആലോചിച്ചോക്ക്, നമ്മളെ ഇങ്ങനെ എത്തിക്കാൻ അവര് ബലിയാടുകളായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഒരു സിമ്പതി ഉണ്ടാവില്ലേ? അപ്പൊ ഇനി അവർക്ക് ഹിദായത്ത് കൊടുക്കുന്ന ഒരു നല്ല മനസ്സുള്ളവർ ചിന്തിച്ചു പോകൂലേ? സുബ്ഹാനല്ലാഹ്, അല്ലെ, ആഗ്രഹിച്ചു പോകൂലേ? അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യൂലേ? അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ചിന്ത പോസിറ്റീവായോ, ചിന്ത നന്നായോ? അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ആർക്കാ ഗുണം? നമ്മക്കാ ഗുണം, അല്ലെ. അപ്പം അങ്ങനെയുള്ള ഏത് ചിന്തയാണെങ്കിലും, ഏത് നെഗറ്റീവ് ചിന്ത വരാണെങ്കിലും, ആരെ കുറിച്ച് വരാണെങ്കിലും അത് നമ്മൾ ഹൃദയത്തിലെ എന്റർടൈൻ ചെയ്യേണ്ട. ഹൃദയത്തിൽ എന്റർടൈൻ ചെയ്താൽ അത് നാവിൽ പുറത്തു വരും, എങ്ങനെങ്കിലും പുറത്തു വരും, അത് പ്രവൃത്തിയിലും പുറത്തു വരും. അത് നമ്മളെ ജീവിതത്തിന് ഇഹത്തിലും പ്രതികൂലമായിട്ട് ബാധിക്കും. പരലോകത്ത് അള്ളാഹുവിന്റെ ഹിസാബിനെ നമ്മൾ ഹൃദയത്തിൽ നമ്മൾ എന്റർടൈൻ ചെയ്ത ചിന്ത കാരണം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ലോകത്ത് നമ്മൾ അത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കും. എന്നിട്ട് നമ്മൾ പ്രതികരിക്കുമ്പോഴും നമ്മൾ ന്യായം കണ്ടെത്തും. അവരെന്നോട് അത് ചെയ്തിട്ടല്ലേ ഞാൻ ഇത് പറഞ്ഞത്, നമ്മളത് ചെയ്തതിന്റെ പേരിൽ തെറ്റ് ചെയ്തോളാൻ അള്ളാഹു ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു എക്സ്ക്യൂസും ഇല്ല. നമ്മൾ സ്വയം വെറുതെ നന്നാവാൻ ശ്രമിക്കുന്നതാ, കണ്ടെത്താൻ ശ്രമിക്കുന്നതാ. അപ്പം ആ റൂട്ടിൽ തന്നെ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാ, ഫിനിഷ് ചെയ്ത് കളയാ, ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്ത് കളയാം. അപ്പം നമ്മൾ അത് കാരണം ചെയ്യുന്ന പലതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും.
നമ്മൾ മുമ്പേ പറയാറുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു കൽപ്പന നമ്മളിലേക്ക് വന്നു, അത് നമ്മൾ അനുസരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വീണ്ടും വീണ്ടും അവസരങ്ങൾ തരും. നമുക്ക് വീണ്ടും വീണ്ടും ശ്രമിച്ച് അള്ളാഹു നമുക്ക് അതിനെ എളുപ്പാക്കി തരും. പക്ഷെ നമ്മൾ ഇത് ചെയ്യൂല, അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോണില്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആ ഒരു കാര്യം അനുസരിക്കുന്നതിനെ മെല്ലെ മെല്ലെ നമ്മളെ അങ്ങ് മറച്ചു കളയും അതിൽ നിന്ന്. അങ്ങനെയാണ് പലപ്പോഴും നമ്മളൊക്കെ പരദൂഷണങ്ങളിൽ ഇതുപോലെ ഹൃദയത്തിൽ എന്റർടൈൻ ചെയ്യുന്നതിന് നമ്മൾ അതിന്റെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അത് നമുക്കൊരു ശരിയായ കാര്യമായി മാറും. നെഗറ്റീവ് ഫീലിങ്സ് എന്റർടൈൻ ചെയ്തതിൽ ശരിയായി മാറും. അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് ഫീലിങ്സിന്റെ മേലെ നമ്മൾ സംസാരിക്കുന്നതും നമുക്ക് ശരിയായി മാറും. അതായത് നമ്മൾ ബാക്കോട്ട് പോവാം. സൂറത്തുൽ ബഖറയിലും 6-ാമത്തെ ആയത്തിലല്ലേ അല്ലെ, ഹത്തമല്ലാഹു, അള്ളാഹു മറച്ചു കളയും. നമ്മളെ കണ്ണിന്റെ മുമ്പിൽ ഇൽമും എല്ലാം ചിന്തയും തദബ്ബറും ഒക്കെ ഉള്ളപ്പോഴും ഞാൻ ചെയ്യുന്നത് ശരിയാന്ന് തോന്നിക്കുന്ന രീതിയിൽ ആ ഇൽമിനെ അള്ളാഹു നമ്മളെ മറച്ചു കളയും. സുബ്ഹാനല്ലാഹ്. അപ്പം ആ നെഗറ്റീവ് ചിന്തനെ നമ്മൾ എന്റർടൈൻ ചെയ്യേ വേണ്ട. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നെങ്കിൽ, ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിനങ്ങട് നുള്ളിക്കളയാം. എന്നാലും ഓൾ എന്നോട് അത് ചെയ്ത് എനിക്ക് ഓളെ ഇഷ്ടമല്ല. നമ്മളോട് തന്നെയും പറയണ്ട എനിക്ക് ഓളെ ഇഷ്ടമല്ല. മറ്റുള്ളവരോട് പറയുന്നത് പോട്ടെ, നമ്മളോട് തന്നെയും പറയണ്ട ഓളുമായിട്ട് ഞാൻ ഒത്തുപോകില്ല. നമ്മളോട് തന്നെയും പറയണ്ട. ഓക്കെ, പകരം റൂട്ട് കോസ് കണ്ടുപിടിക്കുക. അവർക്ക് ചിലപ്പം റൂട്ട് കോസ് എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായതുകൊണ്ടായിരിക്കാം അല്ലെ. ഇനി അതെല്ലാം സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമാണോ? സംസാരിച്ച് തീർക്കേണ്ടതാണെങ്കിൽ സംസാരിച്ച് തീർക്കുക. അല്ലെങ്കിൽ അവർക്ക് ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക. അതായത് അടുത്ത മൊമെന്റിൽ ആ ചിന്ത എന്റെ ഹൃദയത്തിൽ വളരാതിരിക്കുന്ന രീതിയിൽ, അത് അവിടെ നിന്ന് തന്നെ റൂട്ടിനെ അങ്ങോട്ട് പറിച്ചു കളയുന്ന രീതിയിൽ എന്ത് ചെയ്യണോ അത് ചെയ്യാം. ഓക്കെ, അവര് ചിലപ്പം ഞാനിത് ചെയ്യും ഇത്രയൊക്കെ ചെയ്യുന്ന വിചാരിച്ചിട്ട് എനിക്ക് അത്രയും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവർക്ക് എന്നോട് ദേഷ്യമുള്ളത് അല്ലെ. ചിലപ്പോൾ അങ്ങനെയാണ്. ചിലർ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മളൊരു പൈസ കൊടുക്കാൻ, അവരെന്തെങ്കിലും ഒരു പിരിവ് നടത്താം അവരുടെ പ്രയാസത്തിൽ. നമ്മളിപ്പോൾ 1,00,000 കൊടുക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് 10,000 കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്കതൊരു വിഷമമായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് ചിലപ്പോൾ അവർ നമ്മളെ അടുത്ത് കാണിക്കുന്നുണ്ടാവും. ഞാൻ വെറുതെ പെട്ടെന്ന് വന്നൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പം പലപ്പോഴും നമ്മളെ കുറിച്ച് കൂടുതൽ പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം ചിലരുടെ വിദ്വേഷത്തിന് കാരണം. അല്ലെങ്കിൽ നമുക്ക് അതായത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പലപ്പോഴും വീടുകളിലൊക്കെ അല്ലെ, ഇപ്പം ഒരു അമ്മായിമ്മ മരുമകൾ, ഈവൻ ഉമ്മ മകൾ ആണെങ്കിൽ പോലും, എന്നാലും ഓൾ എന്നോട് അത് അത്രയെങ്കിലും ഒക്കെ ചെയ്തൂടെ. കാരണം ഈ മോൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല ഉമ്മക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്നെ കുറിച്ച്, അല്ലെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഉമ്മ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സൈഡിൽ നിന്ന് അരിഞ്ഞു കൊടുക്കണം എന്ന് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പറയാതെ ഒന്നും മനസ്സിലാവില്ല. അപ്പം ഉമ്മക്ക് എന്തായി വെറുപ്പ, എന്നാലും ഓൾ അത് ചെയ്തു തന്നില്ലല്ലോ, ഇവക്ക് കാര്യം അറിയൂല. അപ്പം അങ്ങനെ പല 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 റീസൺസ് ഉണ്ടാവും എന്തിന് ഇതുപോലെയുള്ള നെഗറ്റീവ് ചിന്തകൾ വരാൻ വേണ്ടിയിട്ട്. അതിന് റൂട്ടിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പം ബാക്കിയുള്ളത് അങ്ങനെ സെറ്റ് ആയിക്കോളും. ആരെക്കുറിച്ചും എന്ത് നെഗറ്റീവ് ചിന്ത വരികയാണെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് എന്തെങ്കിലും രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റാം. അവർക്ക് റീസൺ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് റീസൺ കണ്ടുപിടിച്ചിട്ടോ, ഇനി അവരെ ചിലപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല തെറ്റ് ചെയ്യാൻ അനുവദിച്ചതാണ്, അവർക്ക് പോലും അറിയില്ല എന്നുള്ള രീതിയിലോ, എങ്ങനെയാണോ നമ്മളെ കൊണ്ട് പറ്റുക അങ്ങനെ. ഓക്കെ, പലപ്പോഴും നമ്മളെ മനസ്സിൽ പല രീതിയിലുള്ള ചിന്തകൾ, എന്നാലും ഓക്കിനെ കുറിച്ചൊരു ചിന്തയില്ല, അല്ലെങ്കിൽ ഓനിനെ കുറിച്ചൊരു ചിന്തയില്ല, എൻ്റെ പുതിയാപ്പിളക്ക് എന്നോട് ഇഷ്ടമില്ല അല്ലേ, മൂപ്പരടുത്ത് ഒരു നല്ലത് പോലും ഉണ്ടാവില്ല, ഒരു നല്ല കാര്യം മൂപ്പരടുത്ത് പറയാനില്ല, മൊത്തം മോശമാണ്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്നോട് വെറുപ്പാണ്, അല്ലെങ്കിൽ കുട്ടിയൊക്കെ ഇത് നിന്ന് എന്നെ ദത്തെടുത്തതാണോ, എന്താ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്നോട് ഇഷ്ടമില്ലാത്തത്, ഒരു ശരിക്കുള്ള മോളല്ല ഞാൻ അല്ലേ. അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ നമ്മളെ ഉള്ളിൽ വരും. ഒരു 100 എക്സ്ക്യൂസ്, ഒരു 50 എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക. അവരത് ചെയ്തതിന്റെ പിന്നിൽ ഇന്നതായിരിക്കും, അവർക്ക് ഇന്ന പ്രയാസം ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന റീസൺ കൊണ്ടായിരിക്കും എന്ന് ലിസ്റ്റ് അങ്ങോട്ട് കണ്ടുപിടിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ ലിസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അല്ലേ നമുക്ക് ആ ദേഷ്യം തന്നാലെ മാറിക്കോളും. അല്ലെങ്കിൽ പറയും ഞാനും ചെയ്യുന്നില്ലേ തെറ്റുകൾ അല്ലേ, ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, പിന്നെ അതിനെ ഞാൻ അവരെത്ര വലിയ കുറ്റക്കാരെയൊക്കെ മാറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും സഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബ വന്നിട്ട് പറയും, ചില സമയത്ത് എൻ്റെ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ പറഞ്ഞാല് സുബ്ഹാനല്ലാഹ്, അത് പുറത്ത് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു കൽക്കരി കത്തി ചാമ്പലാവുന്നത് പോലെ ഞാൻ ചാമ്പലാവുന്നതാ നല്ലത്. സുബ്ഹാനല്ലാഹ്. കാരണം അത് പുറത്തൊരാൾ കേൾക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റൂല എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനേക്കാളും നല്ലത് ആ ചിന്തകൾ എനിക്ക് അത്രയും വെറുപ്പാണ് എന്ന് പറയാണ്. ഓക്കെ, കാരണം നമ്മളൊക്കെ ഉള്ളില് പലപ്പോഴും ഷെയ്ത്താൻ തന്നെ അല്ലെ അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവന്ന് തരാറുണ്ട്. അള്ളാഹ് ശരിക്കും ഇല്ലെങ്കിലോ,
അങ്ങനെ വിശ്വാസപരമായ ചിന്തകളും വരാറുണ്ട് അല്ലേ? ശരിക്കും അള്ള ഇല്ലേ? ഇത്രയൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് അള്ള ഇതൊന്നും കാണുന്നില്ലേ? ശരിക്കും ഇസ്ലാം ശരിയല്ലെങ്കിലോ? സുബ്ഹാനല്ലാഹ്. ഈ ഖുർആനിൽ ഈ പറഞ്ഞൊന്നും ശരിയല്ലെങ്കിലോ? കാരണം കുറച്ച് കുറച്ച് നമ്മൾ അടുക്കുമ്പോൾ പലപ്പോഴും പല രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് മൂപ്പരെന്താ ഫുൾ ടൈം ഫോണിൽ? മൂപ്പർക്ക് വേറെ അഫെയർ എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ പല പല നെഗറ്റീവ് ചിന്തകൾ നമുക്ക് പുറത്തൊരാളോട് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത പല ചിന്തകളും നമ്മുടെ ഉള്ളിൽ കൂടെ വരും അല്ലെ? അത് പറയുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണ് തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ ഉമ്മമാര് പക്ഷേ ഈ മക്കൾ ഉള്ളതിലും നല്ലത് മക്കളൊന്നും ഇല്ലാത്തതായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു റിലേറ്റീവ്, എന്റെ എളാപ്പ, മൂത്താപ്പ, വലിയാപ്പ ആരാണെങ്കിലും എനിക്ക് ഒരാൾ കണ്ണ് തന്നെ കണ്ണ് എടുത്താൽ കണ്ടുകൂടാ, അവരൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയേനു അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ശൈത്താൻ അങ്ങനത്തെ പല 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 ചിന്തകളും നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് തരും. അത് നമുക്ക് പുറത്തു പറയാൻ പോലും പ്രയാസമുള്ള ചിന്തകളായിരിക്കും. അപ്പൊ ഈ സഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയും, ഇങ്ങനെയുള്ള ഒരു ചിന്ത സുബ്ഹാനല്ലാഹ് എന്റെ ഹൃദയത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ശരിക്കും എന്റെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ചിന്തയുണ്ടോ? എന്നാൽ അത് ഈമാന്റെ ലക്ഷണമാണ്. ഈമാന്റെ ലക്ഷണമാണ്. കാരണം ശൈത്താൻ എവിടെയാ പോവാ? ഈമാൻ ഉള്ളിടത്തേ പോവുള്ളൂ അല്ലെ? ഒരു വ്യക്തിക്ക് ഈമാൻ ഉള്ളപ്പോഴാണ് ശൈത്താൻ അവിടെ എന്തെങ്കിലും ഇടങ്ങേറുണ്ടാക്കാനുള്ള പൂതി ഉണ്ടാവുള്ളൂ. ഒരു വ്യക്തി ശരിക്കും ഭയങ്കര പോസിറ്റീവായിട്ട് ശരിക്കും ഞാൻ അള്ള പറഞ്ഞ പോലെ ജീവിക്കുള്ളൂ, അള്ളാഹിനെ അനുസരിക്കും, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കുള്ളൂ അല്ലെ, ഞാൻ വളരെ ക്ഷമയുള്ള ആളായിരിക്കും, അള്ളാഹുൽ തവക്കലുള്ള ആളായിരിക്കും, അള്ളാഹുൽ പ്രതീക്ഷയുള്ള ആളായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശൈത്താൻ അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി ഫുള്ള് നെഗറ്റീവില് ജീവിക്കുന്ന, ശൈത്താന്റെ ട്രാക്കിൽ ജീവിക്കുന്ന ആളെ പിന്നാലെ ശൈത്താന് പോകേണ്ട കാര്യമില്ല, ഓനിന്റെ ട്രാക്ക് തന്നെയാണ് അല്ലെ? അപ്പം ശൈത്താന് നിധി ഉള്ളിടത്തേ വരുള്ളൂ. ഈമാൻ ഉള്ളിടത്തെ നിധി എന്താണ്? ഏറ്റവും വലിയ നിധി എന്താണ്? ഈമാനാണ് അല്ലെ? പുറത്തേക്ക് തലകുത്തി മറിഞ്ഞോളണമെന്നില്ല, പുറത്തേക്ക് ഒരുപാട് അമല് ചെയ്തോന്നൊന്നുമില്ല. ഈമാൻ കൂടുതൽ ഉള്ളിടത്ത് ശൈത്താൻ എന്തായാലും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസിന് തന്നെ വേറൊരു വേർഷനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ചിന്തകൾ നിനക്ക് വരുന്നുണ്ടോ? എന്നാ നീ അള്ളാഹുവിനെ സ്തുതിച്ചോ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ സ്തുതിച്ചോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹില്ലദി റദ്ദ കൈദഹു ഇലൽ വസ്വസ്. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന്റെ, ശൈത്താന്റെ ആ ഒരു ചതി കൈദിനെ വസ്വസാക്കി ചുരുക്കിയില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നീ അള്ളാഹുവിനെ സ്തുതിച്ചോ. അൽഹംദുലില്ലാഹ്. ശരിക്കും ഇബ്ലീസിന്റെ ചതിയിൽ പെട്ട് നമ്മൾ വേറെന്തെങ്കിലും വലിയ തിന്മ ചെയ്യുന്നതിൽ നിന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹ് അതൊരു വസ്വസാക്കി ചുരുക്കിയില്ലേ. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒരു നെഗറ്റീവ് തോട്ട് നമ്മളുടെ അടുത്ത് വരുമ്പം അള്ളാഹ് അൽഹംദുലില്ലാഹ് ഇത് വെറും ഒരു വസ്വസല്ലേ, എനിക്ക് തള്ളി നീക്കാൻ പറ്റുന്ന ഒരു വസ്വസല്ലേ ഉള്ളൂ, ഈ ഇബ്ലീസ് എന്നെ കൊണ്ട് വേറെ ഒന്നും ചെയ്യിച്ചിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ്ക്ക് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. അങ്ങനെയുള്ള ചിന്തകളെ നിങ്ങൾ പോസിറ്റീവ് ചിന്ത വെച്ച് റീപ്ലേസ് ചെയ്യുക, പ്രതീക്ഷയുള്ള ചിന്തകൾ വെച്ച് റീപ്ലേസ് ചെയ്യുക, വെറുപ്പിനെ സ്നേഹം കൊണ്ട് റീപ്ലേസ് ചെയ്യുക, ശത്രുതയെ സൗഹൃദം കൊണ്ട് റീപ്ലേസ് ചെയ്യുക, നിരാശയെ റിലാക്സേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അങ്ങനെ ഈസി ആക്കി എടുക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു എക്സെപ്ഷൻ പറയായിരുന്നു അല്ലെ, അള്ളാഹു ഹിസാബ് ചെയ്യുന്നതാണത്. ഇബ്ലീസ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഇട്ട് തരുന്ന ആ ഒരു വസ്വസ്, അതിന് നമ്മൾ എന്റർടൈൻ ചെയ്താലേ പ്രശ്നമുള്ളൂ. പക്ഷെ കൊണ്ടുവന്ന് ഇട്ട് തരുന്നതിന് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഹിസാബ് ചെയ്യില്ല. അപ്പൊ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് അതിനെ പോസിറ്റീവായിട്ട് നല്ലതായിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി വേറൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്, ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം മോശമായിട്ട് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, എന്തെങ്കിലും ഒരു ചീത്ത കാര്യം ചെയ്യാൻ മനസ്സിൽ വിചാരിച്ചു, പക്ഷെ ചെയ്തില്ല. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ്, അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇടങ്ങാറുണ്ടാക്കി, ഞാൻ ഓനെ നല്ല ചീത്ത പറയും, അല്ലെങ്കിൽ നല്ലോണം ഓനെ ഞാൻ കാണട്ടെ, നല്ലോണം കൊടുക്കും എന്നൊക്കെ പറയാം. ഓക്കെ, അതും ഇപ്പൊ മനസ്സിലിറങ്ങുന്ന ഒരു നീയത്ത് ചെയ്യണം തീരുമാനിച്ചു, പക്ഷെ നേരിട്ട് കാണുമ്പോൾ വിചാരിക്കാം കുഴപ്പമില്ല, അങ്ങ് പുറത്തു കൊടുത്തേക്കാം അല്ലെ, വേണ്ട ചെയ്യണ്ട, അള്ളാഹ് എനിക്ക് പുറത്ത് തരുമായിരിക്കും, അപ്പം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കാം. അപ്പം അതുപോലെ നീയത്ത് വെച്ചു പക്ഷെ പ്രവർത്തിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതന്നെ പല പല രീതിയിലുണ്ട്. ഒന്നാമത്തെ എന്താന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു വ്യക്തി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ട് അവനത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതുപോലെ ഒരാളെ ചീത്ത പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ അയാളെ അടുത്തേക്ക് എത്തുമ്പോൾ എന്നെക്കാളും മൂത്ത ഒരാളാണ്, അല്ലെങ്കിൽ എന്നെക്കാളും ചെറിയ ഒരാളാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല പ്രായത്തിലും മൂത്തവരെ അല്ലെ റെസ്പെക്ട് ഇല്ലായ്മ കാണിക്കുന്ന, അല്ലെങ്കിൽ പ്രായത്തിൽ ചെറിയവരോട് കാരുണ്യം കാണിക്കാതിരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ് ഇത് നമുക്ക് അവർക്ക് പുറത്തെടുത്തേക്കാം, അപ്പൊ അള്ളാഹ് എനിക്കും പുറത്തു തരും.
അള്ളാഹ് എന്നെ കാണുന്നുണ്ട് അല്ലേ? അള്ളാഹു ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു എനിക്കും പുറത്തു തരും എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ മോശം ചെയ്യാൻ വിചാരിച്ചു പക്ഷെ ചെയ്യുന്നില്ല. അവിടെ എന്താണ്? നമുക്ക് അള്ളാന്റെ പ്രതിഫലമാണ്. കാരണം അള്ളാഹ് പറയുന്നുണ്ട് വ ഇൻ തറക്കഹ മിൻ അജലി, എൻ്റെ എന്താണ് എന്നോടുള്ള ഭയം കാരണം അല്ലെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയാണ് അവൻ അത് ഉപേക്ഷിച്ചത്. അതുകൊണ്ട് എന്താക്കുക, അതൊരു നല്ല പ്രവൃത്തിയായിട്ട് അവന് എഴുതി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി ഒരാള് എന്തെങ്കിലും ഒരു മോശം ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ അവനത് ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ അവൻ ചെയ്തില്ല. ഇപ്പൊ ആദ്യം ചെയ്യാൻ വിചാരിച്ചു പക്ഷെ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് അവനത് ഒഴിവാക്കി കളഞ്ഞു, അവനൊരു പ്രതിഫലമുണ്ട്. അവൻ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ അവനത് ചെയ്തില്ല, വെറുതെ അള്ളാഹിനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, പക്ഷെ മനസ്സ് അവൻ മാറ്റി. വേണ്ട, ഇനിയിപ്പോ പറഞ്ഞിട്ടും പറയായിട്ടൊക്കെ കണക്ക് തന്നെ, ഒരു മാറാനൊന്നും പോണില്ല. ഓക്കെ, അപ്പം അവന് അതിന് പ്രതിഫലം കിട്ടുമോ? ഇല്ല. ശിക്ഷ കിട്ടുമോ? ഇല്ല. കാരണം അവന്റെ പേരിൽ അത് അവൻ ചെയ്യാത്തത് കൊണ്ട് അത് എഴുതിയിട്ടില്ല. ഓക്കെ, അവന്റെ മനസ്സിൽ ആ ഒരു നെഗറ്റീവ് ചിന്തയുണ്ടായിരുന്നു, പക്ഷേ അവൻ അതായത് അവൻ ചെയ്യുന്നത് വരെ അത് അവന്റെ പേരിൽ എഴുതൂല. ചെയ്യുമ്പോഴാണ് അത് ഒരു തിന്മയായിട്ട് എഴുതുന്നത്. അവൻ ചെയ്യാത്തത് കൊണ്ട് അത് അവന്റെ പേരിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് അത് അതൊരു നന്മയായിട്ട് മാറുന്നില്ല, പക്ഷെ അവന് ശിക്ഷയില്ല. ഇനി വേറൊരു വ്യക്തി, അവന് ഒരു ചീത്ത കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുകയാണ്, പക്ഷെ അവനത് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഒന്നും ഇടുന്നില്ല. ഓക്കെ, എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല, പക്ഷെ അവൻ ഭയങ്കരമായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന്റെ പേരിൽ അവന് ഹിസാബ് ഉണ്ട്. കാരണം അവന്റെ മനസ്സിൽ എന്താണ്, അത് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, നിയത്തുണ്ടായിരുന്നു, ഹിസാബ് ഉണ്ട് അവന് അതിന്റെ പേരിൽ. ഇനി വേറൊരു ഹദീസിനകത്ത് അതായത് ഇതന്നെ ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട്, ഒരു വ്യക്തി അയാൾ അയാൾ കുറെ പൈസ ഉണ്ട്, അയാൾ ഭയങ്കര വേസ്റ്റ് ചെയ്യുന്ന പൈസ, ഇങ്ങനെ ധാരാളമായിട്ട് ലാവിഷായിട്ട് ചെലവാക്കണം, നല്ലതിനും ചീത്തക്കും, അതായത് അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കാൻ വേണ്ടിയൊക്കെ ചെലവാക്കണം. വേറൊരു വ്യക്തി ഇത് കണ്ടിട്ട് എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്, ഒരു തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അവൻ ഈ ആഗ്രഹത്തിന്റെ പേരിൽ അവന് ശിക്ഷയുണ്ട്. കാരണം ഇവന് ചെയ്യാത്തത് എന്തുകൊണ്ടാ? അവന് സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാ അല്ലെ? സാഹചര്യം ഉണ്ടായിട്ടും ചെയ്യാതിരിക്കല്ല, അവനെപ്പോലെ, അതായത് ഈ തിന്മ ചെയ്ത ആളെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം അവൻ എന്താണ്, അവിടെ ശിക്ഷയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഓരോ സിറ്റുവേഷനും വേറെ വേറെയാണ്, അത് വേറെ തന്നെ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഒരുപാട് അല്ലെ, നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ധാരാളമായിട്ട് നമ്മൾ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്? നമ്മളുടെ അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധ, ഫോക്കസ് കൂടുതലും നമ്മളെ പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പകരം നമ്മൾ ഹൃദയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെ ഹിജാബ് കറക്റ്റ് ആണോ, പ്രോപ്പർ ആണോ, നമസ്കാരം കറക്റ്റ് ആണോ അല്ലെ, മറ്റുള്ളവരുടെ മുമ്പിലാവുമ്പോൾ പ്രത്യേകിച്ച് കറക്റ്റായിട്ട് നമസ്കരിക്കുന്നുണ്ടോ, കറക്റ്റ് സമയത്ത് നമസ്കരിക്കുന്നുണ്ടോ, ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നുണ്ടോ, ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഹൃദയത്തിന്റെ ക്ലീനിങ്ങിലേക്ക് വരുമ്പം നമ്മളത് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുക്കാറില്ല അല്ലെ. കൂടുതൽ എന്ത് നിസ്കരിക്കാം, കൂടുതൽ എന്ത് ദുആ ചെയ്യാം, എന്ത് ദിക്ർ ചെയ്യാം എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഹൃദയത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പം നമ്മൾ അതിനത്ര ശ്രദ്ധ, ഇപ്പം നിസ്കാരമാണെങ്കിലും നമ്മൾ നന്നാക്കാൻ വിചാരിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ, ലോഹർ കറക്റ്റ് ടൈമിൽ നിസ്കരിച്ചോ ടിക്ക്, അസർ കറക്റ്റ് സമയത്ത് നിസ്കരിച്ചോ ടിക്ക് അല്ലെ. പക്ഷെ നമ്മൾ ഹൃദയത്തിനെ ഞാൻ വാച്ച് ചെയ്തോ, അങ്ങനെ ഒരു ടിക്ക് നമ്മൾ ഇടാറുണ്ടോ? അങ്ങനെ ഒരു ടിക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂറിലല്ലേ, ഓരോ മണിക്കൂറിലും എത്ര മിനിറ്റ് ഉണ്ടോ, എത്ര സെക്കൻഡ് ഉണ്ടോ, അത്രയും ടിക്ക് നമ്മൾ ഇടേണ്ടി വരും. കാരണം മൂപ്പരെ വാച്ച് ചെയ്യുന്നതിൽ നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാനേ പറ്റൂല. ചെറിയ കുട്ടികൾ, ഓക്കെ, അവരെ നമുക്ക്, ചെറിയ കുട്ടികൾ എന്ന് വെച്ചാൽ തീരെ ചെറുത്, എഴയുന്ന അല്ലെങ്കിൽ ഈവൻ കട്ടിൽ കിടക്കുന്ന കുട്ടികൾ, അവരെ നമുക്ക് എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാതെ ഇടാൻ പറ്റുമോ? അവരെപ്പോഴും നമ്മൾ അടുക്കളയിലാണെങ്കിലും ഒരു ചെറിയ സ്വിങ് ഉള്ള തൊട്ടിൽ വെച്ചിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കൂലേ? കാരണം അവർക്ക് വേറെ മൂത്ത കുട്ടികളുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോന്ന്. ഈവൻ കട്ടിലിൽ ഇപ്പൊ മലന്ന് കിടക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും ഇവരെ ഏത് നിമിഷമാണ് മറിയാന്ന് നമുക്ക് പറയാൻ പറ്റൂല അല്ലെ. കാരണം കുട്ടികൾക്ക് ഇപ്പം എന്റെ മോളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ആദ്യത്തെ 1-1.5 മാസത്തിൽ മറിഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയ കുട്ടികൾക്ക് എന്തും എപ്പോഴും സംഭവിക്കാന്നുള്ളതാണ്, നമ്മളിങ്ങനെ കണ്ണിന്റെ മുകളിൽ കൊണ്ട് നടക്കുന്ന ഒരു സമയമാണ് അതല്ലേ. അതുപോലെയാണ് നമ്മളുടെ ഹൃദയം. അതിനെ അൺഅറ്റൻഡഡ് ആയിട്ട് ഒരു നിമിഷം പോലും നമുക്ക് വിടാൻ പറ്റില്ല. ഒരു നിമിഷം പോലും അതിനെ ചെക്ക് ചെയ്യാതെ നമുക്ക് വിടാൻ പറ്റില്ല.
എപ്പോഴും നമ്മൾ ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും നമ്മളെ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളെ ഫീലിങ്സിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈവൻ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള എൻ്റെ ഫീലിംഗ് എന്താണ്, അത് ശരിയാണോ തെറ്റാണോ, എനിക്ക് ഇന്ന ആളെ കുറിച്ച് അയാൾ എന്നെ ഇന്ന രീതിയിൽ ജഡ്ജ് ചെയ്യാൻ പാടുണ്ടോ, ഞാൻ ആരാണ് അവരെ ഇന്ന രീതിയിൽ ജഡ്ജ് ചെയ്യാൻ, അവരെ കുറിച്ച് ഇന്ന കമന്റ് പറയാൻ ഞാൻ ആരാണ്, എനിക്കത് പാടുണ്ടോ, എന്തുകൊണ്ട് ഞാൻ അവരെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചു. അത് നമ്മളിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളൊക്കെ പലപ്പോഴും അല്ലെ നമ്മുടെ ചെക്ക് ലിസ്റ്റിനകത്ത്, നമ്മളൊക്കെ റംലാനും അല്ലാത്ത സമയത്തൊക്കെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ടിക്ക് ചെയ്ത് കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാ. പക്ഷെ എപ്പോഴെങ്കിലും നമ്മളുടെ ചെക്ക് ലിസ്റ്റിനകത്ത് ഹൃദയത്തിന്റെ ഹിസാബ് എന്ന് പറഞ്ഞ ഒരു സംഭവം വരാറുണ്ടോ, അതിനെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ടോ? പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇല്ല. എപ്പോഴാണെന്നറിയോ നമ്മൾ ഹൃദയം ഇത്രയും നെഗറ്റീവ് ആവുന്നത്? നമ്മൾ അങ്ങേയറ്റം ഐഡലായിട്ട് ഇരിക്കുമ്പോൾ, നമുക്ക് ശരിക്കും അതിനേക്കാൾ, അതായത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ, സുബ്ഹാനല്ലാഹ്, നമ്മൾ നല്ലത് ചെയ്യുന്നതിൽ ഫുൾ ടൈം ബിസി ആണെങ്കിലും നല്ലത് മാത്രം ചെയ്ത് ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമാണെങ്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവിന് സമയം ഉണ്ടാവില്ല. നമ്മൾ ഇതൊന്നും ചിന്തിച്ചിരുന്ന സമയം, നമ്മളെ സമയം വേസ്റ്റ് ആവും അല്ലെ. അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിരുന്നാൽ നമ്മളെ സമയം വേസ്റ്റ് ആവും. ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റൂല അല്ലെ. നമുക്ക് ശരിക്കും ഇപ്പൊ അറിയാം, ഈ ഒരു ആയുസ്സിൽ ചിലപ്പോൾ നമ്മളെയൊക്കെ ജീവിതത്തിൽ ഇനി എത്ര കൊല്ലം, 20 കൊല്ലം 30 കൊല്ലം, ഇനി ഒരു ദിവസമാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. സപ്പോസ് ഒരു നോർമൽ ലൈഫ് സ്പാനിൽ ഒരു 60ഉം 65ഉം 70ഉം വരെ ലൈഫ് സ്പാൻ ഉണ്ടെങ്കിൽ, നമുക്കിനി അത്രയും സമയം ബാക്കി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അത് മതിയാവില്ല എന്ന് നമുക്കറിയാം അല്ലെ. ഇനിയും പഠിക്കാനിരിക്കുന്നത് ഏറെയുണ്ട്, നമുക്ക് മതിയാവില്ല എന്നറിയാം. എന്നിട്ട് പോലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതുപോലെ പല 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 സംസാരങ്ങളിലും പല പല ചിന്തകളിലും ആ ചിന്തകളെ കൺവേ ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മൾ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയാ, നമ്മൾ കൊടുക്കുകയാണ് അനാവശ്യമായ സമയം. നല്ലത് ഒരുപാട് ചെയ്യാനുണ്ട് അല്ലെ. ഇനി എന്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെ, എത്ര ഗ്രൂപ്പുകൾ സുബ്ഹാനല്ലാഹ് ദീനിന്റെ പേരിൽ നമ്മളെ ചുറ്റുപാടും നടക്കുന്ന എത്ര കോർഡിനേറ്റേഴ്സിന് എല്ലാ സ്ഥലത്തും ആവശ്യമുണ്ട്. എന്നാലും നമുക്ക് താല്പര്യം ഇതുപോലെയുള്ള ചിന്തകളിൽ സമയം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഒരു ദിവസവും അങ്ങനത്തെ ഒരു വേണ്ടാത്ത ചിന്തക്കും ഞാൻ സമയം കളയുന്നില്ല, ഞാൻ ഫുൾ ടൈം പ്രവർത്തനത്തിലാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല അല്ലെ. നമുക്ക് ചെയ്യാൻ നമ്മളെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ദുനിയാവിലെ ദീന് വളരെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മളെ മക്കളൊക്കെ വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. നമ്മളൊന്നും ഓരോരുത്തരും ഇറങ്ങി ചെയ്താലും മതിയാവാത്ത അത്ര കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളൊക്കെ എക്സ്ക്യൂസ് കണ്ടുപിടിക്കുകയാണ്, എൻ്റെ സാഹചര്യത്തിൽ എനിക്കിത് പറ്റൂല, എൻ്റെ സാഹചര്യത്തിൽ എനിക്കിത് പറ്റൂല. നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇവിടെ ഇറങ്ങിയ ഓരോരുത്തർക്കും അറിയാലേ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന ബർക്കത്ത് എന്താണെന്ന്. കൂടുതൽ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹ് തരും. നമ്മൾ ഈ പറയുന്ന എക്സ്ക്യൂസ് കണ്ടെത്തുന്ന സാഹചര്യങ്ങൾ, നമുക്ക് പ്രയാസമുള്ള സിറ്റുവേഷൻസ്, നമ്മളുടെ വീട്, നമ്മളെ കുടുംബം, നമ്മുടെ കുട്ടികൾ, അതൊക്കെയും അള്ളാഹു ഇങ്ങനെ എളുപ്പാക്കി തരും. നമ്മുടെ സമയത്തിന് ബർക്കത്ത് തരും, നമുക്ക് ആരോഗ്യം തരും, ഒക്കെ തരും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾക്ക് കൂടുതൽ ഇഷ്ടം എക്സ്ക്യൂസ് കണ്ടെത്തി വെറുതെ ഇരുന്ന് ചിന്തിച്ച് കണ്ട അതും ഇതൊക്കെ സംസാരിച്ച് അല്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെയുള്ള മനസ്സുകളെ നമ്മൾ വിട്ടേക്കുമ്പോഴാണ് നമ്മൾ ഇതിനകത്തൊക്കെ വീണ്ടും 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 ചെന്ന് പെടുന്നത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, 2 ആളുകൾ അവര് പരസ്പരം തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ട് നിയത്ത് ചെയ്തു. ഓക്കെ, ഒരാൾ വേറെ ആൾക്ക് നേരെ വന്ന് വാളെടുത്ത് ലൈക്ക് അവര് യുദ്ധം ചെയ്തിട്ട് അതിൽ ഒരാൾ കൊന്നു, മറ്റേ ആൾ കൊല്ലപ്പെട്ടു. ഇതിൽ ഖാത്തിലും മഖ്തൂലും 2 പേരും നരകത്തിലായിരിക്കും. അപ്പൊ കേട്ടവർ ചോദിക്കും, അതെങ്ങനെയാ കൊന്ന ആളും കൊല്ലപ്പെട്ട ആളും നരകത്തിലാവുന്നത്? അപ്പൊ പറയും, 2 ആളും നിയത്ത് ചെയ്തിട്ടുണ്ട് എന്തിനാ, കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെ. അതുകൊണ്ടല്ലേ അയാൾ വാള എടുത്തത്. അപ്പൊ ആ ഒരു നിയത്ത്, അവൻ കൊല്ലാൻ വേണ്ടിയിട്ട് നിയത്ത് ചെയ്തു, അതിനു വേണ്ടിയിട്ട് അവൻ പ്രവർത്തിക്കുകയും ചെയ്തു അല്ലെ, അറ്റാക്ക് ചെയ്യുകയും ചെയ്തു, പക്ഷെ ഫെയിലായി പോയതാണ്. സോ അവൻ നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊക്കെയും നമ്മളുടെ സമയങ്ങളെ അല്ലെ ഇതുപോലെയുള്ള പല നിയത്തുകളാണെന്ന് അറിഞ്ഞിട്ടും, നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളെ ഹൃദയത്തിനെ വിടുന്തോറും, ഫ്രീ ആയിട്ട് നമുക്ക് സമയം കൊടുക്കുന്തോറും നമ്മളുടെ എന്തായാലും നമ്മളെ ചിന്തനെ നമുക്ക് കെട്ടിയിടാൻ പറ്റില്ല. ചിന്ത ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അല്ലെ. അതിന് നമുക്ക് കെട്ടിയിടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എത്രത്തോളം ഫ്രീ ആക്കി വിടുന്നു, എത്രത്തോളം ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ വ്യാപൃതമാകാതെ ഇങ്ങനെ അലസമായിട്ടും അല്ലെ പല പല സംസാരങ്ങൾക്കും ചിന്തകൾക്കുമായിട്ട് നമ്മൾ ഊരി വിടുന്നു, അത്രത്തോളം നമ്മൾ എന്താക്കാണ് ഇവിടെ നിയത്ത് ചെയ്യാണ്. എന്തിന്?
എന്താ ഇവിടെ ഈ പറഞ്ഞ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സംഭവം. നമ്മൾ അതിനു വേണ്ടി സമയവും അനുവദിച്ച് അല്ലെ, നെഗറ്റീവ് ചിന്തകൾക്കും ചിന്തകളെ അനുവദിച്ച്, ചിന്തകളെ അനുവദിക്കുമ്പോൾ അത് പ്രവൃത്തിയായി മാറും അല്ലെ, ആ പ്രവൃത്തി ശിക്ഷയായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് കെട്ടിയിടണം നമ്മളെ ഫുൾ ടൈം എന്തിലെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്, ചിന്തിക്കാൻ വേണ്ടിയിട്ട്, പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, നല്ലത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളെ ഒരുക്കിയെങ്കിലേ നമുക്ക് ഇതിൽ നിന്നും രക്ഷയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും, എല്ലാ നെഗറ്റീവ് ചിന്തകൾക്കും. കാരണം പലപ്പോഴും നമ്മളെ സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ പലരോടും സംസാരിക്കും, കുറേ സംസാരിക്കും അല്ലെ, ആവശ്യവും അനാവശ്യം. നമുക്ക് തോന്നും ഇത് ആവശ്യമാണ്, സോഷ്യലൈസിങ് ആണ്, ഫ്രണ്ട്ഷിപ്പ് മേക്കിംഗ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ ഒരു സംസാരത്തിൽ നിന്നല്ലേ, ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 9.5 മിനിറ്റ് നമ്മൾ സംസാരിക്കുന്നത് ഒരു കാര്യമില്ലാത്ത കാര്യമായിരിക്കും. അതിൽ നിന്ന് പല നെഗറ്റീവ് ചിന്തയും നമ്മളെ ഹൃദയത്തിൽ, നമ്മളെ മനസ്സിൽ ഫീഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ആ കോൾ ആണെങ്കിലും ആ ചാറ്റ് ആണെങ്കിലും അത് നിർത്തുമ്പോൾ പിന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ പ്രവർത്തിക്കുക അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഈവൻ സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഇസ്ലാമി അല്ലെങ്കിൽ ദീനി നെറ്റ്വർക്ക്, ഈവൻ ഖുർആൻ പഠിക്കുന്ന, സൂറത്തുൽ ബഖറ പഠിക്കുന്ന, തദബ്ബുർ ചെയ്യുന്ന ഒരു ഖൗമാണെങ്കിൽ പോലും ഇവിടെയും ഇതുപോലെ പലരും പല സമയങ്ങളും ചെലവഴിക്കുന്നത് പലരെക്കുറിച്ചും ചോദിക്കാനും അറിയാനും അവരെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഫിത്ന നെറ്റ്വർക്ക് സ്ട്രോങ് ആണ്, അല്ലാന്ന് പറയാൻ പറ്റുമോ? ആ സമയം കൂടെ നമ്മൾ ശരിക്കും റബ്ബിനെ കുറിച്ചും റബ്ബിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത്രയും നമ്മൾ ബ്രെയിനിനെയും അല്ലെങ്കിൽ മനസ്സിനെയും ഹൃദയത്തിനെയും നമ്മൾ സമയം കൊടുക്കാതിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സമയം കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ 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 നന്മയിലേക്ക് ഓടിയെടുക്കാൻ പറ്റും. പകരം നമ്മൾ ഒരു സമയം ഫ്രീ ആയിട്ട് ഹൃദയത്തിന് കൊടുത്തു കഴിഞ്ഞാൽ, മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അത് വൈബയിലേക്കും അല്ലെ, പല 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 തെറ്റിന്മകളിലേക്കും നമ്മൾ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതിനൊരു ഡോമിനോ എഫക്റ്റ് ആണ്. ഡോമിനോ അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ആ ഒരു കട്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം വീഴും. അതുപോലെയാണ് നമ്മൾ ഈ ഹൃദയത്തിന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് ചിന്തക്ക് വേണ്ടി കൊടുക്കുന്ന അവസരം. അപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇപ്പൊ നമ്മൾ വേറൊരാളെ നോക്കുമ്പോൾ ഒരു തിന്മയും ചെയ്യുന്നില്ല, നല്ല ആളാലേ, പാട്ട് കേൾക്കുന്നില്ല, കറക്റ്റ് സമയത്ത് നിസ്കരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വെറുതെ ഇരിക്കാൻ, വെറുതെ ചിന്തിക്കാൻ, ഈവൻ നമസ്കാരത്തിന് അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പോലും ഇതുപോലെയുള്ള ചിന്തകൾക്ക് നമ്മൾ സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ ചിന്തകൾക്കുള്ള ഇൻപുട്ടുകൾ നമ്മുടെ സോഷ്യലൈസിങ്ങിൽ നിന്നും സംസാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് വെറുതെ തോന്നാണ് നമ്മളൊരു മുത്തഖിയാണെന്ന്. നമ്മളവിടെ എന്താണ്, ഹൃദയത്തിന് ഇഷ്ടം പോലെ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹ് ഹിസാബ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മപ്പെടുത്തിയ, വാണിംഗ് തന്ന കാര്യങ്ങൾ ആ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമഅന വ അസൈനയുടെ ആളുകളാവാനും വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, നമ്മൾ ചോദ്യം ചെയ്യപ്പെടും, അള്ളാഹ് ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക, ചെക്ക് ചെയ്യുക, സ്വയം ചോദിക്കുക. അഹിതമായ കാര്യമാകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ആണ് അല്ലെ. എല്ലാം കറക്റ്റ് നടക്കുന്നില്ലേ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് നടക്കുന്നില്ലേ, മക്കളെ കാര്യങ്ങൾ സ്കൂളൊക്കെ എല്ലാം കറക്റ്റ് നടക്കുന്നില്ലേ, വീട്ടിൽ നല്ല വൃത്തിയില്ലേ, വെടുപ്പില്ലേ, വീട് നല്ല സ്പിക്ക് ആൻഡ് സ്പാനില്ലേ, ഒരു പൊടി പോലും ചില വീടുകളിൽ പോയാൽ പറയും നക്കി തുടച്ചാൽ പോലും ഒരു പൊടി കിട്ടൂല അല്ലെ. അങ്ങനെയല്ലേ, അടുക്കളയിൽ ഒരു പാത്രം അസ്ഥാനത്തല്ലല്ലോ അല്ലെ, ബാങ്കിൽ അക്കൗണ്ടിൽ വരുന്നതും പോണേയും പൈസകളൊക്കെ കറക്റ്റ് അല്ലേ. പക്ഷേ ഈവൻ നമ്മൾ ചിലപ്പോൾ നമസ്കാരത്തിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം ഒക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഹൃദയത്തിന്റെ മാറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ കെയർലെസ് ആണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ഈ തിന്മ റിപ്പീറ്റ് ചെയ്യുന്നത്, ഈ തെറ്റെന്താ ഞാൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ എന്തെങ്കിലും തെറ്റിന്റെ പേരിൽ നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ ഹൃദയത്തിനെ അൺചെക്ഡ് ആയിട്ട് വിട്ടത് കൊണ്ടാണ്. ഹൃദയത്തിനെ ചെക്ക് ചെയ്യേണ്ട സമയത്ത് ചെക്ക് ചെയ്യാത്ത വിട്ടത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾക്ക് വിശ്വസിക്കാൻ ഇഷ്ടം, ഞാൻ ഓക്കെയാണ്, ഞാൻ വളരെ നല്ല ഒരു മുത്തക്കയാണ്, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ, ഞാൻ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് ഞാനിത് നിങ്ങളാരെയും പറയല്ലോ, ഞാൻ എന്നെ തന്നെ പറയാം. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത് ഇതാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ അവർക്ക് നല്ല ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ അവർക്ക് സദക്ക കൊടുത്തിട്ടുണ്ട്, ഞാൻ എപ്പോഴും സദക്ക ചെയ്യുന്ന ആൾക്കാരാണ്, ഞാൻ വളരെ നല്ലതാണ്, ഞാൻ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാൻ പറ്റുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും വേറൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താന്നുള്ളത് നമുക്ക് അറിയുള്ളൂ അല്ലെ. അതുപോലെ പക്ഷെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഫീഡ്ബാക്സ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ശരിക്കും ചിന്തിക്കുക, ഹൃദയത്തിനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, തിരുത്തിക്കൊണ്ടേയിരിക്കുക, ഒരു നെഗറ്റീവ് ചിന്തനെയും എന്റർടൈൻ ചെയ്യേ വേണ്ട, ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുക. വീട് ക്ലീൻ ചെയ്യണം, അത്
ശരിക്കും അതങ്ങനെ എന്തായാലും അത്യാവശ്യം ആയതുകൊണ്ട് അതൊരു സൈഡിൽ കൂടെ അങ്ങോട്ട് നടന്നോളും. പക്ഷെ ഈ വീട് ക്ലീൻ ചെയ്യുമ്പോൾ പോലും ഹൃദയം മലിനമാക്കിക്കൊണ്ടേ വീട് ക്ലീൻ ചെയ്യുന്ന ആളുകളാണോ എന്ന് നമ്മൾ നോക്കുക അല്ലെ. നമ്മൾ നല്ല വൃത്തിക്ക് അടിച്ചുവാരി തുടയ്ക്കുമ്പോഴും മനസ്സിലെന്തായിരിക്കും, നാല് ഓളുണ്ടല്ലോ, ഓള് നാലിനോട് അത് പറയാൻ പാടില്ല, ഓൾ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, പഠിച്ചനെ ഒക്കെ നല്ലോണം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും എന്തൊരു വേസ്റ്റ് എഫേർട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമുക്ക് പ്രയാസം ഉണ്ടാക്കിയ ആൾക്കാർ എന്തായാലും ഉണ്ടാവും കേട്ടോ. അത് ഉണ്ടാവണം, അത് ഉണ്ടാവുന്നത് കൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ ഉള്ളത്. അപ്പൊ ആ പ്രയാസമുള്ള ആൾക്കാരെ കുറിച്ചും നല്ലത് തന്നെ നമ്മളോട് തന്നെ നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ അവരെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോണ്ടല്ലോ ശരിക്കും അതൊരു മാജിക്കൽ എഫക്റ്റ് ആണ്. നമ്മളെ മനസ്സിൽ നിന്ന് അവരോടുള്ള വിദ്വേഷം അങ്ങോട്ട് മാറും. അത് ആരാണെങ്കിലും, അത് സ്വന്തമാണെങ്കിലും ബന്ധാണെങ്കിലും അകന്നതാണെങ്കിലും അത് മാറും. സുബ്ഹാനല്ലാഹ്. ചിലരുണ്ട് കേട്ടോ, ഇപ്പം ആരെങ്കിലും മോശക്കാരായിരിക്കും, അത് നമുക്കും അറിയാം, നമ്മളത് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ കുറിച്ച് നല്ലത് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പക്ഷെ അവർക്കുണ്ടല്ലോ ഇത് അവരെ കുറിച്ച് മോശം പറഞ്ഞില്ലെങ്കിൽ ദേഷ്യം വരും. അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലെ, ഉണ്ടാവും. എന്നാലും ഓൾ അത്ര മോശമല്ല, എന്നിട്ട് എന്താ എനിക്കത് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു കളി, ഈ എന്താ അതൊന്നും പറയാത്തത്, അതെന്താ ഓരോ നെഗറ്റീവ് ഈ പറയാത്ത, എന്തിനാ ഓരോ നെഗറ്റീവ് നമ്മൾ പറഞ്ഞിട്ടല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മളെ തന്നെ കെടുത്തിക്കളയാണത്. സുബ്ഹാനല്ലാഹ്. അപ്പം വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ് നിങ്ങളെ അക്കൗണ്ടബിൾ ആക്കും. അള്ളാഹ്ക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. ഓക്കെ, എല്ലാ കാര്യങ്ങളും അറിയാം. അള്ളാഹ് നമ്മളെ ഹിസാബ് ചെയ്യും. എന്തുകൊണ്ടായിരിക്കും ഈ ആയ അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്? അള്ളാഹ് കാരുണ്യവാനാണെന്നോ അല്ലെങ്കിൽ അള്ളാഹു ഷദീദുൽ അഖാബ് ആണെന്നൊക്കെ പറയാന്നല്ലേ, അതികഠിനമായി ശിക്ഷിക്കുന്നവനാണോ എന്നൊക്കെ പറയായിരുന്നു. എന്തുകൊണ്ടാണ് അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്? കാരണം അള്ളാഹ്ക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വിചാരണയൊന്നും ചെയ്യൂല, ഞാൻ വലിയ പുണ്യാളനാണ്, ഞാൻ അങ്ങനത്തെ വലിയതൊന്നും ചെയ്യുന്നില്ല എന്ന്. പക്ഷേ അള്ളാഹ്ക്ക് വിചാരണ ചെയ്യാൻ പറ്റും. അള്ളാഹ്ക്ക് നിങ്ങളെ പുനർജനിപ്പിച്ചിട്ട് ആ ഒരു സമയം ആവുമ്പം നിങ്ങളോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഫുള്ളി കേപ്പബിൾ ആണ്. കാരണം അള്ളാഹ്ക്ക് നിങ്ങളെ കുറിച്ച് അറിയാം. അള്ളാഹ്ക്ക് നിങ്ങൾക്ക് പുറത്തു തരാനുള്ള കഴിവുണ്ട്. അൽഹംദുലില്ലാ അല്ലെ. എന്നാ നിങ്ങളെ ശിക്ഷിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ നമ്മൾ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു തെറ്റ് തന്നെയാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹൃദയത്തിനെ പിടിക്കേണ്ട രീതിയിൽ പിടിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. നമ്മൾ ഇതുവരെ ചെയ്തു പോയ തെറ്റുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ. എല്ലാം അത്രക്കുണ്ടല്ലേ. ഒരു ദിവസത്തിൽ നമ്മൾ തന്നെ ഇരുന്ന് വിചാരണയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ഹൃദയത്തിന്റെ തിന്മകളുടെ തുലാസ് താഴെ തന്നെ ആയിരിക്കും. ഒരു ഡൗട്ടും ഇല്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾ എന്നും ആമന റസൂൽ ഓതി കിടക്കുന്ന ആളുകളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ശരിക്കും ആമന റസൂലിന്റെ തൊട്ട് മുമ്പേ ഉള്ള ഈ ഒരു ആയത്തിൽ എത്ര കനത്തിലാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചേക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ശരിക്കും അത് നമ്മൾ വേറൊരാൾ നമ്മളടുത്ത് എന്തെങ്കിലും ഒരാളെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ സർക്കിളിലാണെങ്കിൽ നമുക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റും, അള്ളാഹു ഹൃദയത്തിലെ ചിന്തകളെ അക്കൗണ്ട് ചെയ്യും. ആ ചിന്തകളാണ് നമ്മളുടെ ഈ വാക്കുകളായിട്ട് വരുന്നത് എന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിക്കാൻ പറ്റണം. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു എളുപ്പം നമുക്ക് എല്ലാവർക്കും തരട്ടെ. സൂറത്തുൽ ബഖറയിലെ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك الرحمة إنك أنت الوهاب.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.